Hello, good morning. Good morning, ma'am. Morning. Good morning, ma'am. Morning. Yes. തുടങ്ങാം അല്ലേ? റെഡി അല്ലേ? യെസ്. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് CGHS എന്ന് പറയുന്ന ഒരു ഇൻഷുറൻസ് സ്കീമിനെ കുറിച്ചിട്ടാണ് പറഞ്ഞു നിർത്തിയത് അല്ലെ? CGHS, സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണ്, ഹെൽത്ത് സ്കീമാണ്. ആൻഡ് അതിന്റെ എന്താ പറയാ, ആർക്കൊക്കെയാണ് അത് ബെനിഫിറ്റബിൾ ആകുന്നത്, അല്ലെ, എന്തൊക്കെയാണ് അതിന്റെ ബെനിഫിറ്റ്, അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇതില് പ്രത്യേകതയുള്ളത് ഒരു കാർഡ്, CGHS ഹോൾഡേഴ്സിന് ഒരു കാർഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ഒരു കാർഡിന്റെ ഇതനുസരിച്ചിട്ടാണ് നമ്മൾ ഏതൊക്കെ ടൈമിൽ നമുക്ക് എന്താ പറയാ ഇതിന്റെ ഒരു ബെനിഫിറ്റ് കോമ്പൻസേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് we have to submit that card. ആ കാർഡ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്താലാണ് നമുക്ക് അതിന്റെ ബെനിഫിറ്റ് അവൈലബിൾ ആകുള്ളൂ. അതിന് ഒരു വൈറ്റ് കളേർഡ് കാർഡ് ആണെങ്കിലും അതില് എന്താ പറയാ 4 സ്ട്രൈപ്സ് ഡിഫറെന്റ് കളേഴ്സിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. യെല്ലോ, ബ്ലൂ, ഗ്രീൻ ആൻഡ് റെഡ്. യെല്ലോ, ബ്ലൂ, ഗ്രീൻ, റെഡ് ഓരോന്നും ഓരോ വിഭാഗം ആളുകൾക്കുള്ളതാണ് എന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്ത് പഠിക്കണം. ഓക്കെ, അതനുസരിച്ചൊക്കെ ചോദ്യങ്ങൾ ചോദിക്കും. ഇവിടെ വരെയൊക്കെ പറഞ്ഞു നിർത്തിയത്. 2 പേര്, കുറച്ചു പേരും കൂടിയൊക്കെ കയറാനുണ്ടല്ലോ. ഒരു 10 കൂടുതൽ ആളുകൾ ഉണ്ടാവാറുണ്ട് അല്ലേ? അത് വേണ്ടി നോക്കണേ. ഓക്കെ, വരട്ടെ. യെസ്. അപ്പൊ നമുക്ക് അടുത്തൊരു ഇൻഷുറൻസ് സ്കീമിലേക്ക് പോകാം. രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന, RSBY എന്ന് പറയുന്ന മറ്റൊരു ഇൻഷുറൻസ് സ്കീമാണ്. RSBYയുടെ ഫുൾ ഫോം ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം. രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന. അത് എക്സ്പാൻഡഡ് ഫോം ആയിട്ട് മാത്രമല്ല കേട്ടോ ചിലപ്പോഴൊക്കെ ചോദിക്കാം. ഈ എക്സ്പാൻഡഡ് ഫോം ഫുള്ള് പഠിച്ചു വെക്കണം. ബിക്കോസ് അതിനകത്ത് ഈ ഇതിന്റെ എക്സ്പാൻഡഡ് ഫോമിൽ അല്ലെങ്കിൽ ഈ അബ്രിവിയേഷനിൽ എസ് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ബി എന്തിനു വേണ്ടി സ്റ്റാൻഡ് ചെയ്യുന്നു, അല്ലെ, എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്, വൈ എന്തിനെ സൂചിപ്പിക്കുന്നു, അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചോദിക്കാൻ സാധ്യതകളുണ്ട്. അതുകൊണ്ട് എന്തായാലും ഫുള്ളായിട്ട് പഠിച്ചു വെക്കുക. ഓരോ വാക്കുകളും കൺഫ്യൂഷൻ ആകുന്ന രീതിയിലൊക്കെ ചിലപ്പോൾ ഫുൾ ഫോം ഒക്കെ വേറെ രീതിയിലൊക്കെ വരും. രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന എല്ലാത്തിനും ഉണ്ട് കേട്ടോ. ESI ഉണ്ട്, CGHS ഉണ്ട്, എല്ലാത്തിനും ഫുൾ ഫോമുകൾ ഉണ്ട്. Then Rashtriya Swasthya Bima Yojana, RSBY, is also another health insurance policy which was introduced during the year 2008. 1st April 2008 ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ ഒരു എന്താ പറയാ, ഒരു 18 വർഷമൊക്കെ ആയിട്ടുള്ളൂ നമ്മുടെ RSBY എന്ന് പറയുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി. അല്ലെങ്കിലും അതെ, ഈ പറയുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി കുറച്ചുകൂടി എന്താ പറയാ, നമ്മളുടെ രാജ്യം കുറച്ചുകൂടി ഇക്കണോമിക്കലി ഡെവലപ്പ് ആകണം, എല്ലാവരും സെൽഫ് റിലയന്റ് ആകണം, അല്ലെ, ഇക്വിറ്റി എന്നൊക്കെ പറയുന്ന ആ ഒരു സമത്വത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ നാഷണൽ ഇൻകം എല്ലാവർക്കും ഒരുപോലെ ഡിവൈഡ് ചെയ്യപ്പെടണം. ഒരു വിഭാഗം ആളുകൾ വളരെയധികം ലക്ഷറിയിലും അല്ലെ ആഡംബരത്തിലൊക്കെ ജീവിക്കുമ്പോൾ ഒരു വിഭാഗം വളരെയധികം കഷ്ടപ്പാടിലും എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ നല്ലൊരു ട്രീറ്റ്മെന്റ് കിട്ടാൻ പറ്റാതെയും, അല്ലെ, ഇതിന്റെ ട്രീറ്റ്മെന്റിന് പോയിട്ട്
നല്ല രീതിയിൽ 2 നേരമോ എങ്കിലും ആവശ്യത്തിന് ഫുഡ് അല്ലെ, നമ്മുടെ ജീവൻ നിലനിർത്താനുള്ള ഫുഡെങ്കിലും കഴിക്കാൻ വരെ കഷ്ടപ്പെടുന്ന ആ ഒരു രാജ്യമായിരുന്നു ഒരു 10-30 വർഷമൊക്കെ മുമ്പ് വരെ. പക്ഷെ അതിലൊക്കെ കുറച്ചൊക്കെ നിയന്ത്രണങ്ങൾ, കൺട്രോളൊക്കെ കൊണ്ടുവരാനൊക്കെ ഗവൺമെന്റ് ഒരുപാട് പരിശ്രമിച്ചിട്ട് ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ എല്ലായിടത്തും കൊണ്ടുവരുന്നുണ്ട്, എല്ലാ മേഖലയിലും. ലൈക്വൈസ് അതുപോലെ തന്നെ നല്ല നല്ല ട്രീറ്റ്മെന്റുകൾ ഇത്തരം ആളുകൾക്ക്, ചില ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് എന്താ പറയാ, അവർക്ക് ദേ ആർ ചീറ്റഡ് ബൈ സച്ച് ക്വാളിറ്റി ട്രീറ്റ്മെന്റ്. നല്ല നല്ല ട്രീറ്റ്മെന്റുകൾ കിട്ടാൻ ലഭിക്കാതെ ഒത്തിരി കഷ്ടപ്പെടുന്ന ആളുകൾ, മരണം വരെ സംഭവിക്കുന്നതൊക്കെ നടക്കുന്ന അത്തരം സാഹചര്യങ്ങളിൽ എന്താ പറയാ, വലിയ വലിയ എന്താ പറയാ 5ഉം 4ഉം 8ഉം ഒക്കെ വലിയ വലിയ എന്താ പറയാ മാൻഷൻസിൽ ജീവിക്കുന്ന ആളുകള് അതേസമയം ഒരു തൊണ്ട് ഭൂമി പോലും ഇല്ലാതെ കഷ്ടപ്പെട്ട് എവിടെയെങ്കിലൊക്കെ റോഡരികിലൊക്കെ അങ്ങനെയൊക്കെ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ നമ്മുടെ രാജ്യത്തിൽ, മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവർക്കും ഒരു ചെറിയ വീട് വെച്ച് നൽകുന്ന ഭവന പദ്ധതികളും മറ്റുമൊക്കെ, അതുപോലെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു മേഖല കൂടിയാണ് നമ്മളുടെ ഇൻഷുറൻസ് എന്ന് പറയുന്നതും. അപ്പോ 2008 1st April introduce ചെയ്ത RSPY is also another health insurance policy which is provides benefits to BPL, below poverty level families. അവരെ കൂടുതലും മാത്രമല്ല അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സ് ഓഫ് എനി ഓർഗനൈസേഷൻ ഇൻ ഇന്ത്യ, ഇന്ത്യയില് എന്താ പറയാ ഓർഗനൈസ്ഡ് അല്ലാത്ത അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള മേഖലകളിൽ, വളരെ താഴ്ന്ന രീതിയിലുള്ള മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ വരുമാനമൊക്കെ വളരെ കുറവായിരിക്കും. അത്തരം എന്താ പറയാ വലിയ അംഗീകാരമൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ബിസിനസ്സിലോ എവിടേക്കെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് ജീവിക്കുന്നവർക്ക് ഈ പറഞ്ഞ പോലെ വലിയ വലിയ ഇൻഷുറൻസിന്റെ ഭാഗമാകാനൊന്നും പറ്റില്ല. സോ അവരെ സപ്പോർട്ട് ചെയ്യാൻ, BPL ഫാമിലീസിനെ അപ്പീൽസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ഇൻഷുറൻസ് പദ്ധതിയാണ് RSBY എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. അതായത് ഈ മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം അതാണ് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന നമ്മുടെ RSBY എന്ന് പറയുന്ന ഇൻഷുറൻസ് പദ്ധതി. ക്ലിയർ ആയോ? അത് മുഴുവനും ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു പാരഗ്രാഫ് ഫുൾ നമ്മള് അണ്ടർലൈൻ ചെയ്തിടണം. ഏതാണ്? രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമ യോജന എന്ന് പറയുന്ന ഫുൾ ഫോം. അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത വർഷം, മന്ത്, ഡേറ്റ് ആൻഡ് ഓൾസോ ഇയർ എല്ലാം പറഞ്ഞിട്ടുണ്ട്. 1st April 2008 എന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ബിലോ പോവർട്ടി ലെവലിലുള്ള ഫാമിലീസിനെയും and as well as the people those who are working in unorganized sectors of India, ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും അംഗീകൃതമല്ലാത്ത രീതിയിലുള്ള ചില എന്താ പറയാ ഇത്തരം പ്രൈവറ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷനിലൊക്കെ ജോലി ചെയ്യുന്ന ഏറ്റവും താഴെത്തട്ടിൽ ജോലി ചെയ്യുന്നവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ പറയുന്ന ഒരു പദ്ധതി കൊണ്ടുവന്നത്. അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. എന്തൊക്കെ കവറേജുകളാണ് രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമ യോജന പ്രൊവൈഡ് ചെയ്യുന്നത്? What are the coverages provided by RSBY? നമുക്ക് നോക്കാം എന്തൊക്കെയാണ് കൊടുക്കാന്ന് കേട്ടോ. A sum of rupees 30,000 for a worker in the unorganized sector and their families. ഏകദേശം ഒരു സം ഓഫ് ഇൻഷുർഡ്, അതായത് ഒരു 30,000 രൂപ വരെ ഈ അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ഫാമിലീസിന് ഒരു 30,000 രൂപ വരെ ഈ പറയുന്ന പദ്ധതി പ്രകാരം അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? സം ഇൻഷുർ ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? സം ഇൻഷുർ ചെയ്തിരിക്കുന്നത് 30,000 രൂപ വരെ ഒരു വർക്കർക്കും അവരുടെ ഫാമിലി മെമ്പേഴ്സിനും. ഇത് RSBYയുടെ മാത്രം ഒരു ബെനിഫിറ്റ് ആണ്. പിന്നെ ഹോസ്പിറ്റലൈസേഷൻ ചെലവുകൾ, അതായത് ഇവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നു ഹോസ്പിറ്റലൈസ്ഡ് ആയാൽ അവിടുത്തെ ചെലവുകളെല്ലാം മീറ്റ് ചെയ്യപ്പെടുന്നു. എല്ലാ ഡിസീസസും അതിന് വേണ്ടിയിട്ട് വരുന്നത് ഡിസീസ് വിച്ച് ആർ ഓൾസോ എക്സിസ്റ്റിംഗ് ഏർലിയർ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇപ്പൊ നിലവിലുള്ള അസുഖങ്ങൾ ഉള്ളപ്പോ ഇപ്പൊ എന്തെങ്കിലും വലിയൊരു അസുഖമൊക്കെ നമുക്കുണ്ട്, നമ്മളൊരു ഇൻഷുറൻസ് എടുക്കാറ്, ഇനിയും ഇതിന് ഇഷ്ടംപോലെ കാശൊക്കെ ചെലവാകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളിപ്പോ എന്തെങ്കിലും ഒരു ഡിസീസ് നമ്മളെ പിടികൂടി, എപ്പോഴൊക്കെയാണ് എന്തെങ്കിലുമൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോഴായിരിക്കും ഇന്ന രോഗമുണ്ട് നമുക്ക് മനസ്സിലാക്കുക അല്ലെ. അല്ലാതൊക്കെ നമ്മളിങ്ങനെ ഓടിച്ചടയുക നടക്കും. അപ്പൊ ചിലപ്പോ എന്തെങ്കിലും ചെറുതായിട്ടൊക്കെ എന്തെങ്കിലും ഒരു കാണിച്ചു തരും നമുക്ക്, ഇന്ന രോഗമാണെന്ന് എന്തെങ്കിലും സിംറ്റം ആയിട്ട് വരുമ്പോ അപ്പൊ പോകുമ്പോ നമ്മള് എന്താ പറയാ ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോ എന്തെങ്കിലും രോഗം ഉണ്ടെന്ന് അറിയാം. നമുക്ക് മനസ്സിലാവും എന്തായാലും ഇനി ഇപ്പൊ നമ്മളുടെ കയ്യിൽ ഒന്നുമില്ല ഇതിന്റെ ഈ ചെലവുകളൊക്കെ, എക്സ്പെൻസ് ഒക്കെ, ഹോസ്പിറ്റലൈസ്ഡ് ആകുന്നതിന്റെ ചെലവൊക്കെ. നമ്മൾ വിചാരിക്കും ഒരു ഇൻഷുറൻസിൽ എന്തെങ്കിലും ഒരു ഇൻഷുറൻസ് നമുക്കൊന്ന് എടുക്കാം എന്ന്. അപ്പൊ ആളുകൾക്ക് അത് അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിച്ചു തുടങ്ങി. നമ്മൾ ഈ ഞാൻ പറഞ്ഞില്ലേ 10-25 വർഷം മുമ്പിൽ നിന്നും നമ്മൾ ഇങ്ങോട്ട് ബാക്കോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് എല്ലാവർക്കും എല്ലാ വീടുകളിലും ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് ഉണ്ടായിരിക്കും. കാരണം ഇന്നത് മസ്റ്റ് ആണ്, മാൻഡേറ്ററി ആണ് അല്ലെ, നെസസറി ആണ്. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ എടുക്കുന്നവരുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഡിസീസസ്
നിലവിൽ ഉള്ളപ്പോ നമ്മളൊരു ഇൻഷുറൻസ് എടുക്കാൻ ചെല്ലുമ്പോൾ അവർക്ക് അതിൻ്റെതായ ചില കണ്ടീഷൻസ് ഉണ്ടായിരിക്കും. ഇൻഷുറൻസ് കമ്പനികൾക്ക് പല ഇൻഷുറൻസിനും അതിൻ്റെതായ കണ്ടീഷൻസ് ഉണ്ട്. സോ ഈ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള രോഗങ്ങൾക്ക് കിട്ടാറില്ല. പക്ഷേ നമ്മുടെ RSBYയില് എക്സിസ്റ്റിംഗ് ആയിട്ട് നേരത്തെ ഉള്ള രോഗങ്ങൾക്കും എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഷുറൻസിന്റെ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്ത് തരപ്പെടുന്നുണ്ട്. നമ്മൾ തുടക്കം പറഞ്ഞിരുന്നു കുറേ ഡിസീസസിനൊന്നും നമുക്ക് കിട്ടില്ല, ചിലതിനൊക്കെ എക്സ്ക്ലൂഷൻസ് ഉണ്ട്, നിലവിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള രോഗങ്ങൾക്കും ചിലപ്പോൾ ഇൻഷുറൻസിന്റെ എന്താ പറയാ ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യില്ല, അല്ലെങ്കിൽ കോമ്പൻസേഷൻ കിട്ടില്ല എന്നൊക്കെ. പക്ഷെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള രോഗങ്ങൾക്ക് ഒരു കണ്ടീഷൻ ഉണ്ട്, അതിനൊരു വെയിറ്റിംഗ് പീരീഡ് പ്രൊവൈഡ് ചെയ്യും. ആ ഒരു വെയിറ്റിംഗ് പീരീഡിൽ ബിറ്റ്വീനിൽ നമുക്ക് അസുഖങ്ങൾ അതുമായിട്ട് റിലേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടില്ല. അതിനുശേഷം ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് വെയിറ്റിംഗ് പീരീഡ്, ആ വെയിറ്റിംഗ് പീരീഡ് അവർ പറയുന്നത് എത്രയാണോ, ചിലത് 1 വർഷമായിരിക്കും പറയാം, ചിലത് 2 വർഷമായിരിക്കും, അപ് ടു ഏകദേശം 1 വർഷം മുതൽ 4 വർഷം വരെയൊക്കെ ചിലത് പറയുന്നുണ്ട്. എല്ലാത്തിനും ഒരേപോലെ അല്ല കേട്ടോ, എല്ലാവർക്കും 4 വർഷം ഈ അസുഖം വരാതിരുന്ന നിങ്ങൾക്ക് കോമ്പൻസേഷൻ കിട്ടും എന്ന് പറയുന്നില്ല. അതൊക്കെ ഓരോന്നിനും ഓരോ രീതിയിലാണ്. അതൊരു ഡ്യൂറേഷൻ ഏകദേശം ഒന്നും പറഞ്ഞിരിക്കുന്നത്, അതിൽ കൂടുതൽ പറയില്ല. ആ ഒരു ഡ്യൂറേഷനിൽ നമുക്ക് അസുഖങ്ങളൊക്കെ അതുമായിട്ട് ആ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള രോഗമായിട്ട് ബന്ധപ്പെട്ട് വന്നാൽ മാത്രമേ നമുക്ക് കിട്ടാതിരിക്കുള്ളൂ. അതിനുശേഷം വരുമ്പോൾ നമുക്ക് കിട്ടുന്നതായിരിക്കും. എന്നാൽ RSBYയില് അതവിടെ പറഞ്ഞത് കൊണ്ട് നിങ്ങൾ വിചാരിക്കും അന്ന് ആ ടീച്ചർ അങ്ങനെയുള്ള പറഞ്ഞത്, എന്നിട്ട് ടീച്ചർ ഒന്ന് മാറ്റി പറയണത് പറയാൻ വിചാരിക്കരുത്. ഗവൺമെന്റ് ഓഫർ ചെയ്യുന്ന അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ആ ഒരു പാർട്ടിസിപ്പേഷനുള്ള ഇൻഷുറൻസ് സ്കീമുകൾക്കൊക്കെ ഓൾറെഡി അവർ എന്താ പറയാ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ് അല്ലെ. BPL ഫാമിലീസ്, അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സിൽ ജോലി ചെയ്യുന്നവർക്ക്, പുവർ ഫാമിലീസിനൊക്കെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ പിന്നെ എന്താ പറയാ അത്തരം കാര്യങ്ങൾക്ക് അവർക്ക് കൊടുക്കണം. അല്ലാതെ എന്തെങ്കിലും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള രോഗങ്ങൾക്ക് പിന്നെ അവരവിടെ പോകും. അവർക്ക് അതിനെ തന്നെ നമ്മൾ പറഞ്ഞു അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സിലാണ് ജോലി ചെയ്യുന്നത്. ആൻഡ് BPL ഫാമിലി മെമ്പേഴ്സ് ആണ്, അവർക്ക് അവരുടെ ഇൻകം വളരെ കുറവായിരിക്കും. ഇത്തരം കാര്യങ്ങൾക്ക് അസുഖങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഹ്യൂജ് എമൗണ്ട് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ അവരുടെ കയ്യിലില്ല. സോ അങ്ങനെയുള്ളവരല്ലേ സപ്പോർട്ട് ചെയ്യണ്ടേ. തീർച്ചയായിട്ടും അങ്ങനെയുള്ള അസുഖങ്ങൾക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് RSBY. കവർ ഫോർ ഷിഫ്റ്റിംഗ് എക്സ്പെൻസസ്, ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ഇപ്പൊ ചിലപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ എന്താ പറയാ കടന്നു, പിന്നെ അവിടുന്ന് ചിലപ്പോ മാറ്റണം എന്ന് പറയുന്നു, ഇവിടെ പറ്റില്ല വേറെ സ്ഥലത്തേക്ക്, അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ഷിഫ്റ്റ് ചെയ്യാനൊക്കെ കുറെ ചെലവുകളൊക്കെ വരും. അപ്പൊ ഒരു up to ₹1000 1000 വരെ ഷിഫ്റ്റിംഗ് എക്സ്പെൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ക്യാഷ്ലെസ് ഇൻഷുറൻസ് ആണ്, ക്യാഷ്ലെസ് ആണ് കേട്ടോ. എന്ന് വെച്ചാൽ എന്താ പറയാ നമ്മളുടെ ഒരു പൈസ പോലും കൊടുക്കാതെ നമ്മൾക്ക് ട്രീറ്റ്മെന്റ് ഹോസ്പിറ്റൽസിൽ പ്രൊവൈഡ് ചെയ്യുന്നു. അതാണ് ക്യാഷ്ലെസ് ആയിട്ടുള്ള ഇൻഷുറൻസ് എന്നാണ് പറയാൻ കാരണം കേട്ടോ. ഹോസ്പിറ്റലൈസ്ഡ് ആയി കഴിഞ്ഞാൽ അവിടുത്തെ എല്ലാ ചെലവുകളും എന്ത് ചെയ്യുന്നു, ഇൻഷുറൻസ് തന്നെ ഭരിക്കുന്നു. രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമ യോജനയുടെ മറ്റൊരു പ്രത്യേകതയാണ്. ആൻഡ് ആനുവൽ ആയിട്ട് ഒരു വർഷത്തില് പെർ ആനം എന്ന് പറയുന്നത്, പെർ ആനം മീൻസ് പെർ ഇയർ എന്നാണ് അർത്ഥം. ഒരു വർഷത്തില് 30 രൂപ മാത്രമേ പ്രീമിയം അതിനകത്ത് അടയ്ക്കുന്നുള്ളൂ. അതായത് ഇപ്പൊ ഒരു വർഷം നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു 30 രൂപ മാത്രം പ്രീമിയം ഒരു വർഷത്തിലാണ് കേട്ടോ, 30 രൂപ മാത്രം പ്രീമിയം അടച്ച് ഈ ഒരു RSBYയില് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ബെനിഫിറ്റുകളൊക്കെ നമ്മൾക്കും നമ്മുടെ ഫാമിലീസിനും അവൈലബിൾ ആയിരിക്കും. ക്ലിയർ ആയോ? മനസ്സിലായോ? RSBYയുടെ ബെനിഫിറ്റ്സ്, കവറേജ് ബെനിഫിറ്റുകളാണ് പറഞ്ഞത്. ക്ലിയർ? ഓക്കെ. ഇനി അതൊന്ന് ടിക്കറ്റ് വെച്ചേക്കാം കേട്ടോ, അത് ആവശ്യമാണ്. എന്തൊക്കെ കവറേജുകളാണ് രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമ യോജനയുടെ ബെനഫിഷ്യറീസിന് കിട്ടുന്നത് എന്ന് കേട്ടോ. ബെനഫിഷ്യറീസ് പറഞ്ഞാൽ എന്താ? ബെനഫിഷ്യറി, ആ ബെനിഫിറ്റ് അവൈലബിൾ ആകുന്ന വ്യക്തി. ഞാനാണ് RSBYയുടെ, എനിക്ക് അതിനകത്ത് മെമ്പറാണ്, ഞാൻ എന്റെ ഒരു ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്, അപ്പൊ ഞാൻ ഈസ് ദ ബെനഫിഷ്യറി കേട്ടോ. ഞാനാണ് അതായത് ഇൻഷുറൻസ് എടുക്കുന്ന ആളാണ് ബെനഫിഷ്യറി, ബെനഫിറ്റിന് അവൈലബിൾ ആകുന്ന ആള് കേട്ടോ. ഇനി കുറച്ച് ഹെൽത്ത് ഇൻഷുറൻസ്, മറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളാണ്. നമ്മളിപ്പോ ഏകദേശം ഒരു എന്താ പറയാ നമ്മൾ ഗവൺമെന്റിന്റേതായിട്ടുള്ള പാർട്ടിസിപ്പേഷനോട് കൂടി, ഗവൺമെന്റിന്റെ എന്താ പറയാ അംഗീകാരത്തോടു കൂടി ഉള്ള കുറച്ച് ഇൻഷുറൻസ് സ്കീമുകളാണ് നമ്മൾ SHI, സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ്, ESI, എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ്, CGHS അല്ലെ. അപ്പൊ ഇതൊക്കെ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമ യോജന, 4 ഇൻഷുറൻസുകൾ നമ്മൾ പറഞ്ഞു. ഇതെല്ലാം ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ള, ഓതറൈസ് ചെയ്തിരിക്കുന്ന ഇൻഷുറൻസ് സ്കീമുകളുടെ പേരുകളും അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ പഠിച്ചു. കാരണം അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. കാരണം മെജോറിറ്റി ആളുകൾക്കും ആവശ്യമുള്ള ചില ഇൻഷുറൻസ് പദ്ധതികളാണ് അതെല്ലാം അല്ലെ. അപ്പൊ അതുകൊണ്ട് ഇനി കുറച്ച് പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളുടെ പേരുകൾ മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. ജസ്റ്റ് യു ഗോ ത്രൂ ദാറ്റ്. ആ പേരുകൾ മാത്രം ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അതെന്താണെന്നറിയോ, ഇൻഷുറൻസ് പ്ലാൻസിന്റെ പേരുകളായി തന്നേക്കണേ. തുടക്കം നമ്മൾ ഫസ്റ്റ് പേജിൽ ഒരു കുറച്ച് ഇതുപോലെ കുറച്ച് എക്സാമ്പിൾ പറഞ്ഞിരുന്നു.
മേജർ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന മേജർ ആയിട്ടുള്ള ഇൻഷുറൻസ് കമ്പനികളുടെ അല്ലെ ഇൻഷുറൻസിന്റെ ഇതാണ് പഠിച്ചത്. ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഇൻഷുറൻസ് സ്കീമുകളുടെ പേരുകളാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഇത് തമ്മിലൊക്കെ ക്ലാഷ് വരും. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ് മേജർ ഇൻഷുറൻസുകൾ എന്നൊക്കെ നമ്മളോട് ചോദിക്കും. ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകൾ ഏതൊക്കെയാണ് പ്രൈവറ്റ് ആയിട്ടുള്ളത് എന്ന് ചോദിക്കാം. ഇതിനകത്ത് താഴെ പറയുന്നതിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം മാറ്റിയൊക്കെ തരും. അതുപോലെ തന്നെ വേറെ ഒരെണ്ണം കൂടി ഉണ്ട് തോന്നുന്നുണ്ട്, TPA കേൾക്കണ്ട, കുറച്ച് TPA പേരുകളും ഉണ്ട്. TPA തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് പറഞ്ഞ സാധനമുണ്ട്, പറഞ്ഞുതരാം. അപ്പൊ അത് ഓക്കെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ കൺഫ്യൂസ്ഡ് ആക്കാൻ വേണ്ടി ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞതൊന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി കേട്ടോ. സ്റ്റാർ ഫാമിലി ഹെൽത്ത് കേട്ടിട്ടുണ്ടാവുമായിരിക്കും അല്ലെ? സ്റ്റാർ ഹെൽത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ നമ്മുടെ ഒപ്റ്റിമ പ്ലാനിൽ വരുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതിയാണ്. ടാറ്റ AIG മെഡിക്കെയർ പ്ലാൻ, റിലയൻസ് ക്രിട്ടിക്കൽ ഇൽനെസ് ഇൻഷുറൻസ്. ക്രിട്ടിക്കൽ ഇൽനെസ് ഇൻഷുറൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ? തുടക്കം ഒരു 2 പേജ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഇൽനെസ് സച്ച് ആസ് പാരാലിസിസ്, ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഓർഗൻ, ക്യാൻസർ, ഇങ്ങനെയുള്ള പ്രൊലോങ്ഡ് റിക്കവറി ആവശ്യമുള്ള ചില രോഗങ്ങൾ, ചില സീരിയസ് ആയിട്ടുള്ള അല്ലെ രോഗങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കൊടുക്കുന്നത് തന്നെയാണ്. അത് തന്നെയാണ് ഇത് റിലയൻസിന്റെ. മണിപ്പാൽ സിഗ്ന പ്രോ ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. ബജാജ് അലയൻസ് ഹെൽത്ത് ഗാർഡ് അതുപോലത്തെ ഒരു സ്കീം ഉണ്ട്. ഭാരതി AXA സ്മാർട്ട് സൂപ്പർ ഹെൽത്ത് പ്ലാൻ. ഇതൊക്കെ പ്രൈവറ്റ് ആയിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളുടെ പേരുകളാണ്. നമ്മൾ തൊട്ട് മുന്നിൽ പഠിച്ചതെല്ലാം ഗവൺമെന്റ് ഓതറൈസ് ചെയ്തിരിക്കുന്ന ചില ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമുകളാണ്. ക്ലിയർ ആയോ? മനസ്സിലായോ? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻസിന്റെ പേരുകളാണ് കേട്ടോ അത്. ഓക്കെ, അപ്പോ അടുത്തേക്ക് നെക്സ്റ്റ് ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഫോർ ഹെൽത്ത് ഇൻഷുറൻസ്. നമ്മൾ നേരത്തെ ഒരു തേർഡ് പാർട്ടി എവിടെയും കണ്ട് കേട്ടു അല്ലെ? എന്തായിരുന്നു അത്? തേർഡ് പാർട്ടി എന്ന് പറഞ്ഞ നേരത്തെ ഒരു സാധനം കേട്ടല്ലോ. ഈ ചാപ്റ്ററിന്റെ ബിഗിനിങ്ങില് കുറെ ടേംസ് നമ്മൾ പഠിച്ചു അല്ലെ? മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ തുടങ്ങിയപ്പോൾ നമ്മൾ കുറച്ച് ഇമ്പോർട്ടന്റ് ടേംസ് കണക്റ്റഡ് വിത്ത് ഇൻഷുറൻസ്. ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ടേമുകൾ, വലിയ ടേം പഠിച്ചു. അതായത് ഇൻഷുറൻസ്, മെഡിക്ലെയിം, ക്ലെയിം, ഫസ്റ്റ് പാർട്ടി ക്ലെയിം, തേർഡ് പാർട്ടി ക്ലെയിം, എക്സ്ക്ലൂഷൻ അല്ലെ? ഇങ്ങനെ കുറച്ച് ടേംസ് നമ്മൾ പഠിച്ചു. പ്രീമിയം, ഇൻഷുറർ, ഇൻഷുർഡ് എന്നൊക്കെ പഠിച്ച തേർഡ് പാർട്ടി അല്ല ഇത്. തേർഡ് പാർട്ടി ക്ലെയിം അന്നേരം നമ്മൾ പഠിച്ചത് ക്ലെയിമുമായി ബന്ധപ്പെട്ടതാണ്. അത് ക്ലെയിമുമായി ബന്ധപ്പെട്ട തേർഡ് പാർട്ടി ക്ലെയിം എന്ന് പറയുന്നത് ഒരാള് മറ്റൊരാളുടെ ഇൻഷുറൻസ് കമ്പനിയോട് മേക്കിംഗ് ദ റിക്വസ്റ്റ് ഫോർ പേയ്മെന്റ്, കോമ്പൻസേഷൻ അല്ലെ? മറ്റൊരാളുടെ ഇൻഷുറൻസ് കമ്പനിയോട് തനിക്ക് അവർ മൂലമുണ്ടായ അല്ലെങ്കിൽ അയാളുടെ ഒരു പാർട്ടി മൂലമുണ്ടായ എന്തെങ്കിലും ലോസോ ഡാമേജോ അല്ലെങ്കിൽ ആക്സിഡന്റിലോ വേണ്ടിയിട്ട് മറ്റൊരു ഇൻഷുറൻസ് കമ്പനിയോട് ചോദിക്കുന്ന റിക്വസ്റ്റ് ഓഫ് പേയ്മെന്റ് തരണമെന്ന് ആവശ്യപ്പെടുന്നതിനെയാണ് തേർഡ് പാർട്ടി ക്ലെയിം എന്ന് വിളിക്കുക. ഇവിടെ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ ആണ് കേട്ടോ. പേരിൽ ഇച്ചിരി മാറ്റം വന്നിട്ടുണ്ട്. തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ. ലെറ്റ്സ് സീ ഹൂ ഈസ് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ. ആരാണ് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ എന്ന് നമുക്ക് നോക്കാം. TPA എന്ന് വേണമെങ്കിൽ നമുക്ക് അവരെ ഷോർട്ട് ആയിട്ട് വിളിക്കാം. തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ ഓർ TPA എന്ന് പറയുന്നത് മേ ബി എ കമ്പനി ഓർ ഏജൻസി ഓർ ഓർഗനൈസേഷൻ which have the license from Insurance Regulatory Development Authority to process claims and also to provide cashless treatment as an outsourcing entity. അതായത് നമ്മുടെ ഇൻഷുറൻസ് കമ്പനിയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടരാണ് കേട്ടോ. ആ കൂട്ടർ എന്ന് പറയുമ്പോൾ അതൊരു കമ്പനിയാകാം, ഒരു കമ്പനിയായിട്ട് നടത്തുന്ന ഒരു ഇതായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഏജന്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഏജൻസി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനമായിരിക്കാം. എന്ത് വേണമെങ്കിലും ആകാം കേട്ടോ. ഒരു കമ്പനിയായിട്ട് നടത്തിക്കൊണ്ട് പോകാം, ഒരു ഏജൻസി ആകും, ഒരു ഓർഗനൈസേഷൻ. ഇവർക്ക് എന്താണെന്ന് അറിയാമോ? IRDA എന്താണ്? ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. IRDA നമ്മൾ നേരത്തെ പഠിച്ചിട്ടല്ലോ. അതായത് അതുപോലെ അതിന്റെ ആ ഒരു എന്താ പറയാ ലൈസൻസ് കിട്ടിയിട്ടുണ്ട്. ഏതെങ്കിലുമൊക്കെ ഇൻഷുറൻസ് കമ്പനികൾ, ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഷുറൻസ് കമ്പനികളുടെ എന്താ പറയാ അവരുടെ കസ്റ്റമേഴ്സിന് വേണ്ടി, അവരുടെ എന്താ പറയാ ഇൻഷുർഡിന് വേണ്ടിയിട്ട് ക്ലെയിമുകളൊക്കെ പ്രോസസ് ചെയ്ത് കൊടുക്കുക. ഉദാഹരണം, എനിക്ക് എന്തെങ്കിലും അസുഖം വന്നു, ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയി. അപ്പൊ എനിക്ക് ഒരു RSBY ഹോൾഡർ ആണെന്ന് വിചാരിക്കാൻ, ഞാൻ RSBY ബെനഫിഷ്യറി ആണ്, എനിക്ക് അതിന്റെ കാർഡ് ഉണ്ട്. അപ്പൊ ഞാൻ എന്താണ് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു, എനിക്ക് ചെലവുകളൊക്കെ അവിടെ ഹോസ്പിറ്റലിലെ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് ഒക്കെ കിട്ടണം.
അപ്പൊ ഇല്ലേ ചിലപ്പോ എനിക്ക് എന്റെ കൂടെ ഉള്ളവർക്ക് ചിലപ്പോ ഹൗ ടു ഒബ്റ്റെയിൻ സച്ച് ക്ലെയിം, ആ ക്ലെയിം നമുക്ക് എങ്ങനെ ഈടാക്കാം. ഇൻഷുറൻസ് 30 രൂപ വെച്ച് അടച്ച് അല്ലെങ്കിൽ ഇന്ന കാര്യം ഇത്ര രൂപ വെച്ച് പ്രീമിയം വർഷത്തിൽ അടച്ച് ഞാൻ അടച്ചിട്ടുണ്ട്, അതിനകത്ത് അംഗമുണ്ട്. പക്ഷെ ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയി. അപ്പോഴാണ് നമ്മൾ ആശുപത്രിയിൽ എങ്ങനെയാണ് ക്ലെയിം നടക്കണേന്ന് പോയിട്ട് എക്സ്പീരിയൻസ് ഒന്നും നേരത്തെ കൂട്ടി ചെയ്യാനൊന്നും പറ്റില്ല. പറ്റുമോ? അത് ഇൻഷുറൻസിന് ഒരെണ്ണം എടുത്തിട്ടുണ്ട്, ഒന്ന് പോയി കുറച്ച് ദിവസം കിടന്നു നോക്കട്ടെ ഈ ക്ലെയിം എങ്ങനെ കിട്ടാന്ന്, അങ്ങനെ ആരെങ്കിലും ചെയ്യോ? ഇല്ല. അതൊരു എക്സ്പീരിയൻസ് ചെയ്ത് ചെയ്യേണ്ട ഒരു കാര്യമല്ല, ആക്സിഡന്റലി വരുന്നതാണ്. രോഗം വരുമ്പോഴാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുള്ളൂ. അപ്പൊ ചെല്ലുമ്പോ എന്താ പറയാ, നമുക്ക് അതിന്റെ ക്ലെയിം എങ്ങനെ കിട്ടണം അതിനെ കുറിച്ച് കാര്യങ്ങളൊന്നും നമുക്ക് വ്യക്തമായിട്ട് ചെയ്യാൻ അറിയില്ല. ഇൻ സച്ച് കേസ്, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഈ TPS ആണ്, അല്ലെങ്കിൽ TPA എന്ന് പറയുന്ന ഈ ഒരു കമ്പനിയോ ഓർഗനൈസേഷനോ ഏജൻസിയോ ആരായിക്കോട്ടെ, ഇവര് എന്താ പറയാ വർക്ക് ആസ് ആൻ ഇന്റർമീഡിയറി. ഇവരൊരു ഇടനിലക്കാരായിട്ട് അവിടെ പ്രവർത്തിക്കും. ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന നിങ്ങളുടെ കസ്റ്റമർ ഹോസ്പിറ്റലൈസ്ഡ് ആണ്, അങ്ങനെയുള്ള ക്ലെയിമും മറ്റു കാര്യങ്ങളുടെ പ്രൊസീജിയേഴ്സ് പേപ്പറും മറ്റു കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് ആ ക്ലെയിം മുഴുവൻ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് മുഴുവൻ ആ ഒരു ഇൻഷുർഡ് കസ്റ്റമർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഇടനിലക്കാരായി പ്രവർത്തിക്കുന്ന കമ്പനിയോ ഏജൻസിയോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനോ അവരെയാണ് നമ്മൾ TPA എന്ന് വിളിക്കുക. മനസ്സിലായോ? അപ്പൊ ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയി, എനിക്ക് എന്റെ കൂടെ ഉള്ളവർക്കോ അറിയില്ല ഇതിന്റെ ക്ലെയിം ഒക്കെ എങ്ങനെ വാങ്ങിച്ചെടുക്കും. ആശുപത്രിയിൽ കിടന്നുണ്ടല്ലോ, അയ്യോ ദൈവമേ ഇതാ നമ്മുടെ ഹോസ്പിറ്റലിലെ പേയ്മെന്റ് ഒക്കെ ആര് കൊടുക്കുന്നതിൽ കാശില്ല, RSBY ഉണ്ട്, പക്ഷെ ഇതെങ്ങനെയാണ് ഇത് എന്റെ കയ്യിലേക്ക് അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് ആ പേയ്മെന്റുകൾ എത്തുക? ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. അല്ലെങ്കിൽ ഞാൻ തീരെ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്, എന്റെ കൂടെയുള്ള ആളുകൾക്ക് അത് എന്താ പറയാ പ്രൊസീഡ് ചെയ്യാനായിട്ട് അതിന്റെ പ്രൊസീഡ് ചെയ്യാനായിട്ട് അവർക്കറിയില്ല എങ്കിൽ അത്തരം സാഹചര്യങ്ങൾ ഹോസ്പിറ്റൽസിൽ TPA എന്താ പറയാ കണക്ട് ചെയ്യും. നമുക്ക് നമ്മളുടെ എന്താ പറയാ ഈ പറയുന്ന ഇൻഷുറൻസ് ക്ലെയിമുകളൊക്കെ അതിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ കൃത്യമായിട്ടൊക്കെ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്ത് നമ്മളെയും ഇൻഷുറൻസ് കമ്പനിയെയും ഹോസ്പിറ്റലിനെയും തമ്മിൽ ബന്ധിക്കുന്ന ഒരു ട്രയാങ്കുലർ ബന്ധം ഉണ്ടാക്കി കൊടുക്കുന്ന എന്താ പറയുക ഇടനിലക്കാരെയാണ് നമ്മൾ വിളിക്കുക, TPAs വിളിക്കുക. മനസ്സിലായോ? ഉണ്ടല്ലോ എത്ര നിരക്കുന്നു പറഞ്ഞ ഓക്കെ യെസ്. അപ്പൊ അതാണ് ഇപ്പൊ ചില കാര്യങ്ങൾക്കൊക്കെ ഇന്റർമീഡിയറീസ് കോമൺ ആണ്. പണ്ടെന്ന് പറയുമ്പോൾ കുറച്ച് കാലഘട്ടം മുമ്പ് വരെ. ഇപ്പൊക്കെ മിക്ക കാര്യങ്ങളും ഓൺലൈനായിട്ട്, ഈവൻ നമുക്കറിയാം നമ്മൾ തന്നെ പഠിക്കുന്നത് ഓൺലൈനാണ്, എല്ലാ കാര്യവും ഓൺലൈനാണ് അല്ലെ, എക്സാംസും ഓൺലൈൻ ചെയ്താണ് അല്ലെ, ഇപ്പൊ എല്ലാം ഓൺലൈനാണ്. ഇപ്പൊ നമുക്കൊരു വിവാഹം നടത്തണമെങ്കിൽ മാട്രിമോണിന്റെ ഓൺലൈൻ മതി, നമ്മളുടെ ഡീറ്റെയിൽസും നമ്മുടെ ഫോട്ടോസും ഒക്കെ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവര് നമുക്ക് അനുയോജ്യമായിട്ടുള്ള ആളുകളെയൊക്കെ കണ്ടെത്തി തരും അല്ലെ. ആരുടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വാളിഫിക്കേഷൻ മറ്റൊക്കെ കൊടുത്താൽ മതി. അപ്പോ പണ്ട് അങ്ങനെയല്ല, അവരും ഒരു ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദേ ആർ ഓൾസോ ഏജൻസ്, അവരും ഇന്റർമീഡിയറി ആണ്. ഏതെങ്കിലും ഒരു പേരിട്ട് അങ്ങനെയുള്ള ഒരു ഏജൻസി പ്രവർത്തിപ്പിക്കുമ്പോൾ നമ്മൾ നല്ലതാണെങ്കിൽ ഇഷ്ടംപോലെ അങ്ങനത്തെ മാട്രിമോണിയൽസ് ഒക്കെ ഉണ്ട് അല്ലെ, നമ്മൾ അതിനകത്ത് രജിസ്റ്റർ ചെയ്യും. അപ്പൊ അതിനനുസരിച്ച് യോജിച്ച ആളുകളെ കണ്ടെത്തി അങ്ങ് വരും. അതുപോലെ പണ്ട് ഇതൊക്കെ ആരെ ചെയ്തിരുന്ന ഇടനിലക്കാരായിരുന്ന ബ്രോക്കേഴ്സ് ആണ്, അവർക്കൊരു കമ്മീഷൻ അല്ലെ, സ്ത്രീധനത്തിന്റെ ഒക്കെ ഒരു കമ്മീഷൻ ഇത്ര % പ്രൊവൈഡ് ചെയ്യുന്നത്. ഇന്ന് അതൊക്കെ അങ്ങോട്ട് വളരെയധികം കുറഞ്ഞു. ഇന്ന് ബ്രോക്കർമാരൊന്നും അധികം കാണുന്നില്ല. അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ നമ്മൾ വീട്ടിലെ ചുറ്റുവട്ടത്തിൽ കൂടെ ഒക്കെ ഇങ്ങനെ ബ്രോക്കേഴ്സ് ഒക്കെ ഇങ്ങനെ നടന്നു പോകുന്നത് കാണാം. ഇവിടെ ഒക്കെ നൂറ്റിയുണ്ടോ, ഇവിടെ 600 എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ ഇല്ലേ. നിങ്ങളുടെ നാട്ടിലൊന്നും അങ്ങനെ നടക്കാറുണ്ടായിരുന്നില്ല? ഒരു കയ്യിൽ ഒരു ചെറിയ ബാഗ് ഒക്കെ നോക്കി, ചിലപ്പോ സ്ത്രീകളായിരിക്കാം അല്ലെ, പെണ്ണുങ്ങളായിരിക്കും, അല്ലെങ്കിൽ ചേട്ടന്മാരൊക്കെ ആയിരിക്കും. നമ്മുടെ വീട്ടിൽ കൂടെ ചിലപ്പോ ആദ്യം കൂടെ ഞാൻ ഓടിയൊക്കെ പണ്ടൊക്കെ ഇങ്ങനെയൊക്കെ ഇതുപോലെ ഒന്നും ഇല്ലല്ലോ, വീട്ടിലടച്ചിരിക്കൊന്നുമില്ല, പിള്ളേരൊക്കെ ഇങ്ങനെ റോഡിലൊക്കെ ഓടിയിട്ട് നടക്കും. ഏതെങ്കിലും കൊച്ചു പെൺകിടാങ്ങളെയൊക്കെ ഇങ്ങനെയൊക്കെ വഴി കണ്ടു കഴിഞ്ഞാൽ ആ പരിസരത്തിൽ കൂടി ഉറപ്പെ എവിടെയെങ്കിലൊക്കെ വരും അല്ലെ, ഇവിടെ പെൺകുട്ടി ഉണ്ടല്ലോ, കല്യാണം ആലോചിക്കണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഇന്ന് അതൊന്നുമില്ല. ഇന്നൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ വിളിച്ചു വരും, നിങ്ങളുടെ വീട്ടില് കല്യാണ പ്രായമുള്ള കുട്ടിയുണ്ടോ, ഇങ്ങനെ നമ്മൾ മാട്രിമോണി എന്നാണെന്നൊക്കെ പറഞ്ഞ് വിളിച്ചാ പറയും. സോ ദേ ആർ ഓൾ ഇന്റർമീഡിയറീസ്. ഇത് പല ജോലികളെയും പല ആളുകളെയും തമ്മിൽ കണക്ട് ചെയ്ത് അവരുടെ ജോലിഭാരം കുറയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടി ചെയ്യുന്ന ചിലതാണ്. എല്ലാത്തിനും അങ്ങനത്തെ ഇന്റർമീഡിയറീസ് ഉണ്ട്. എന്തിനാണ് നമ്മൾ പറയുന്നത്? ഇപ്പൊ നിങ്ങൾ ഇതൊക്കെ പഠിക്കുന്നു, പഠിച്ചൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താ പറയുക, നിങ്ങൾക്ക് പുറത്തേക്കൊക്കെ ഒന്ന് വിദേശത്തൊക്കെ ഒന്ന് ജോലിക്ക് പോകണം അല്ലെ, നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ പഠിച്ച് പുറത്താണ് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇതിനുമുണ്ട് ഏജൻസീസ് ഇല്ലേ, ഇഷ്ടം പോലെ എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ അബ്രോഡ് ഒക്കെ അതിനു വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഏജൻസീസ് ഉണ്ട് അല്ലെ, അല്ലെങ്കിൽ ഏജന്റുമാരുണ്ട്. പുറത്തേക്ക് ജോലിക്കായി കൊണ്ടുപോകാനും ഹയർ സ്റ്റഡീസിന് കൊണ്ടുപോകാനും എല്ലാത്തിനും ഉണ്ട്. നമ്മളൊക്കെ നോക്കി അന്വേഷിച്ച് എല്ലാം നല്ലതായ അതിന്റെ എല്ലാ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും മനസ്സിലാക്കി മാത്രം ചെന്ന് കൊടുക്കാൻ തല വെച്ച്, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടുപോകും.
അല്ലെ? അതുപോലെ തന്നെ ഇത് ഇങ്ങനെ വന്ന് പരിഹരിക്കണതുകൊണ്ടില്ലേ സ്കൂള് പോലെ എല്ലായിടത്തും ഇങ്ങനത്തെ ഏജൻസീസ് മുളയ്ക്കുന്നുണ്ട്. കുറെയൊക്കെ ഫേക്ക് ആയിരിക്കും, കുറെയൊക്കെ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നതാവും. അപ്പൊ ഇത് ഏത് നല്ലത് ചെയ്തതൊക്കെ നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തി വേണം പോകാനും മാത്രം. അദ്ദേഹം പറഞ്ഞു അവിടെ പോയി മാത്രമേ ഉള്ളൂ. അപ്പൊ TPA അങ്ങനെയാണ്. TPAസിന്റെ ഒരു ജോലി എന്ന് പറയുന്നത് ക്ലെയിമിംഗ് പ്രൊസീജിയേഴ്സ് കൃത്യമായിട്ട് ക്ലെയിം എല്ലാം വാങ്ങിച്ച് ബെനിഫിഷ്യറിക്ക് കൊടുക്കുക. അതൊക്കെ ഔട്ട്സോഴ്സ് ചെയ്ത് എന്താ പറയാ. ആൻഡ് ഓൾസോ ഇവർ ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ക്ലെയിമിംഗ് പ്രൊസീജിയേഴ്സ് നടത്തി കൊടുക്കുക മാത്രമല്ല, they also help the customer or insured to select high quality hospitals for their ട്രീറ്റ്മെന്റിന് വേണ്ടി നല്ല ക്വാളിറ്റി ഉള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് വരെ കണക്ട് ചെയ്ത് കൊടുക്കും. മനസ്സിലായി? ഇപ്പൊ ഇൻഷുർഡ് അവർക്ക് അറിയില്ല ഇത് നല്ല ഹോസ്പിറ്റലിൽ നമുക്ക് പോകാൻ പറ്റും, ഈ അസുഖത്തിന് ഏത് ഹോസ്പിറ്റലാണ് നല്ലത്, അവിടുത്തെ ക്വാളിറ്റി ട്രീറ്റ്മെന്റ് കിട്ടോ, ഈ പറയുന്ന ഇൻഷുറൻസ് വെച്ചിട്ട് എനിക്ക് അവിടെ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് കിട്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട് നമ്മുടെ TPA. അപ്പൊ അങ്ങനെ ഇതിനെല്ലാം വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഇന്റർമീഡിയറി അല്ലെ, ഒരു കണക്ടർ, ലിങ്കർ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അവരെയാണ് നമ്മൾ TPA എന്ന് വിളിക്കുക. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇത് ഈ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. TPA or third party administrator is a company, agency or organization that holds a license from Insurance Regulatory Development Authority to process claims. അവിടെ വരെ മതി കേട്ടോ. പ്രോസസ് ക്ലെയിംസ് അത്രയും കാണുമ്പോൾ തന്നെ ഓൾറെഡി അറിയാലോ. ക്ലെയിമുകൾ പ്രൊസീഡ് ചെയ്യുക, അതിന്റെ കൂടെ വരുന്ന ബാക്കി കാര്യങ്ങളാണ് ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് നേടിക്കൊടുക്കുന്നത്, ഹൈ ക്വാളിറ്റി സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് സെലക്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നതും എവരിത്തിങ് അതിന്റെ ഉള്ളിൽ വരും. ക്ലിയർ ആയോ? മനസ്സിലായില്ലേ? ഓക്കെ. ഇനി വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് TPA? TPAയുടെ ഫംഗ്ഷൻ എന്താണെന്നറിയാം? നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. TPAയുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞത് ടു ആക്ട് ആസ് ആൻ ഇന്റർമീഡിയറി, ഒരു ഇന്റർമീഡിയറി ആയിട്ട്, ഒരു ഇടനിലക്കാരൻ, മധ്യവർത്തിയായിട്ട് പ്രവർത്തിക്കുക. ആരൊക്കെ തമ്മില്? ഇൻഷുറൻസ് പ്രൊവൈഡർ ആൻഡ് ഇൻഷുർഡ്. ഇൻഷുറൻസ് പ്രൊവൈഡർ എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനിയാണ് ഉദ്ദേശിക്കുന്നത്. ഇൻഷുറൻസ് കമ്പനിയും ഇൻഷുർഡ്, ആരാണോ ഇൻഷുറൻസ് എടുത്തിരിക്കുന്നത് അവരെയും തമ്മില് അവരുടെയും ഇടയിൽ ഒരു ഇന്റർമീഡിയറി പ്രവർത്തിക്കുക എന്നുള്ളതാണ് TPAയുടെ പ്രധാനപ്പെട്ട ജോലി. TPAയുടെ ഫംഗ്ഷൻ അതാണ്. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. ഇനി നമ്മുടെ TPAയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ്? TPAയുമായിട്ട് ബന്ധപ്പെട്ടവർ ആരൊക്കെയായിരിക്കും? TPA ആർക്ക് വേണ്ടിയിട്ടാണ്? ഇൻഷുർഡ്. അപ്പൊ ഇൻഷുർഡിനെ തമ്മിൽ ബന്ധിപ്പിക്കണം അല്ലെ? ഞാനാണ് ഇപ്പൊ രോഗി, അപ്പൊ എനിക്കാണ് ആ ക്ലെയിം വേണ്ടേ, ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് എനിക്ക് കിട്ടുന്നത്. അപ്പൊ ഇൻഷുർഡ് ഉണ്ട്. പിന്നെന്താ? ഹെൽത്ത് കെയർ പ്രൊവൈഡർ അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിന് ബന്ധമുണ്ട്. കാരണം TPA ആർക്ക് ഏത് ഹോസ്പിറ്റലിൽ പോയാലാണ് നിങ്ങൾക്ക് നല്ലൊരു ട്രീറ്റ്മെന്റ് ഈ ഒരു രോഗത്തിന് കിട്ടുക, അപ്പൊ അവരെ തമ്മിൽ ബന്ധിപ്പിക്കണം. ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ആൻഡ് ദ ഇൻഷുറൻസ് കമ്പനി. ഇൻഷുറൻസ് കമ്പനി കൂടി വേണമെങ്കിൽ നമ്മൾ എഴുതി വെച്ചോക്കാം, നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. ഇൻഷുറൻസ് കമ്പനി. ഈ മൂന്ന് ആൾക്കാരാണ് നമ്മുടെ TPAയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ. TPA ബന്ധപ്പെടുന്നവർ ആരൊക്കെയായിട്ടാണ്? ഇൻഷുറൻസ് കമ്പനി ഉണ്ട്, അതുപോലെ തന്നെ നമ്മളുടെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽസ്, രണ്ടും തന്നെയാണ് ആരോഗ്യ സംരക്ഷണ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നവര്. പിന്നെ നമ്മുടെ പോളിസി ഹോൾഡേഴ്സിനെയാണ് നമ്മൾ ഇൻഷുർഡ് എന്ന് പറഞ്ഞത്. ക്ലിയർ ആയോ? TPAയുമായിട്ട് ബന്ധപ്പെട്ട മൂന്നാൾക്കാർ മനസ്സിലായില്ലേ? ഇൻഷുറൻസ് കമ്പനി, ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഓർ ആൻഡ് പോളിസി ഹോൾഡേഴ്സ് ഓർ ഇൻഷുർഡ്. പോളിസി ഹോൾഡറിനെയാണ് നമ്മൾ ഇൻഷുർഡ് എന്ന് വിളിക്കുക. ഇനി എന്താണ് ഇവർ ചെയ്യുന്നത്? നമുക്ക് നോക്കാം. ഈ TPAയുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. നമ്മുടെ IRDAയുടെ റെഗുലേഷൻസ് പ്രകാരം അവരുടേതായ കുറെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതനുസരിച്ച് TPAക്ക് കുറച്ച് ആൾക്കാരുമായിട്ട് അവരുടെ ഒരു എന്താ പറയാ ഒരു ഇൻ ഹൗസ് അവരുണ്ടാക്കണം. ഒരു എന്താ പറയാ ഒരു ബോഡി, ബോർഡ് ഉണ്ടാക്കണം. എന്ന് വെച്ചാൽ എന്താ? ഈ TPA അവർക്ക് ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് അവരുടെ കസ്റ്റമേഴ്സിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യണമെങ്കിലല്ലേ അങ്ങോട്ട് ഏതെങ്കിലും ഒരു പേഷ്യന്റ് വരുമ്പോ അതെ ഞങ്ങൾക്ക് ഹോസ്പിറ്റലൈസ്ഡ് ആണ്, ഞങ്ങൾക്ക് ഇതേ ക്ലെയിം ചെയ്ത് തരാനായിട്ട് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞ് TPAനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അന്നേരമല്ല ഓണത്തേക്ക് എവിടെ പോകാനിച്ച് എന്നൊക്കെ ചിന്തിക്കുന്നത് അപ്പോഴല്ല. അവരുടെ ഹൗസില് ദേ ഷുഡ് ഹാവ് സം പീപ്പിൾ, അവരുടെ കൂടെ കുറച്ച് ആൾക്കാർ അവരുടെ വലയത്തിൽ ഉണ്ടാവണം. ആരൊക്കെയാണ് ആയാലും വലയത്തിൽ ഉണ്ടാവണ്ടേ? ഒരു മെഡിക്കൽ ഡോക്ടർ എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലുള്ള ആരെങ്കിലും പഠിച്ചിറങ്ങിയവരൊന്നല്ല, രജിസ്റ്റേർഡ് വിത്ത് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ അംഗീകരിച്ചിട്ടുള്ള അതിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഡോക്ടർ കയ്യിലുണ്ടാവണം.
പിന്നെ ഹോസ്പിറ്റലിന്റെ മാനേജേഴ്സ്, ഏതൊക്കെ ഹോസ്പിറ്റലുമായിട്ടൊക്കെ ഇവർക്ക് ബന്ധമുണ്ടോ, ഏതൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് ഇവർക്ക് ഇങ്ങനെ ക്ലെയിം വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമോ, ആ ഹോസ്പിറ്റലിന്റെ മാനേജേഴ്സുമായിട്ട് ബന്ധമുണ്ടാണ്. അവരെയൊക്കെ അറിഞ്ഞിരിക്കണം. അവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറോ എത്രയും പെട്ടെന്ന് അവരെ വിളിച്ചാൽ അവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് ഇങ്ങനെ പേഷ്യന്റിനെ കൊണ്ടുവന്നാൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ അറിയണ്ടേ. അപ്പൊ ആ ഹോസ്പിറ്റലിന്റെ മാനേജേഴ്സ്, ലീഗൽ എക്സ്പെർട്സ്, ചില കാര്യങ്ങളിൽ ലീഗൽ ആയിട്ടുള്ള ചില നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അല്ലെ, നിയമപരമായിട്ടുള്ള ചില അവകാശങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പൊ ഇൻ കേസ് ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും അപകടം പറ്റി റൂട്ടില്, അപ്പൊ ചിലപ്പോ എന്തെങ്കിലും റൂട്ടില് വീണ അപകടം പറ്റിയെന്ന് പറഞ്ഞാൽ വലിയ ആളുകളുടെ വണ്ടി വന്ന് ഇടിച്ചതോ ഇടിച്ചിട്ട് തെറിപ്പിച്ചിട്ടിട്ട് പോയതോ അപ്പൊ ഒക്കെ നിയമപരമായിട്ടുള്ള വശങ്ങളിലേക്കൊക്കെ പോകുകയും, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിയമം പഠിച്ച കുറച്ച് എക്സ്പെർട്സ് ഇവരുടെ കൂടെ ഉണ്ടായിരിക്കണം, ലൈക്ക് ലോയേഴ്സ് അങ്ങനെയുള്ളവര്. പിന്നെ ഇൻഷുറൻസ് കൺസൾട്ടൻസ്, ഇൻഷുറൻസുമായിട്ട് കൺസൾട്ട് ചെയ്യുന്ന, അതായത് ഏതൊക്കെ ഇൻഷുറൻസിന്റെ ആണ് ഇവര് ക്ലെയിമിംഗ് പ്രൊസീജിയേഴ്സ് ചെയ്തു കൊടുക്കുന്നത്, ആ കൺസൾട്ടന്റുമാരൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആ ഇൻഷുറൻസ് കമ്പനികളുടെയൊക്കെ ഇൻഫോർമേഷൻസ്. പിന്നെ IT ഇൻഫോർമേഷൻ ടെക്നോളജി, കുറച്ച് എന്താ പറയാ നമ്മളുടെ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങളൊക്കെ ചിലപ്പോ ചെയ്യേണ്ടി വരും അല്ലെ. ഇവരുടെ ക്ലെയിമിംഗ് പ്രൊസീജിയേഴ്സിന്റെ ഭാഗമായിട്ട് ഇവർക്ക് ചിലപ്പോൾ ഡാറ്റാസ് ഒക്കെ അപ്ലോഡ് ചെയ്യണം. അപ്പൊ അതുപോലെ തന്നെ ഫോട്ടോസ് ചിലപ്പോ ഇതിനെയൊക്കെ ഡോക്യുമെന്റിനെ ഒക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടേ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഡോക്യുമെന്റുകളൊക്കെ സത്യാവെന്ന് കൂടി അറിയണ്ടേ. നമ്മൾ SSLC പാസ്സായി എന്ന് പറഞ്ഞു നമ്മൾ ഏതെങ്കിലും ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ SSLC പാസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വെറുതെ ഫോമിൽ ആർക്കും വേണമെങ്കിൽ എന്ത് ചെയ്ത് വെക്കാം. പക്ഷെ അതിനെല്ലാം പ്രൂഫായിട്ട് അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന എവിഡൻസുകൾ നമ്മൾ ഫിക്സ് ചെയ്യണം. അതൊക്കെ സ്കാൻ ചെയ്താണ് ഇതെല്ലാം എഴുതുന്നത് അല്ല, കയറ്റി എഴുതുന്നത് അല്ലെ. കമ്പ്യൂട്ടറിൽ സ്കാനിങ് ഇതിലാണ് ചെയ്യാം അല്ലെ. പാസ്പോർട്ട് ശരിയാക്കണമെങ്കിൽ ഇതിനൊക്കെ ഇത്തരം സാധനങ്ങളൊക്കെ ആവശ്യമുണ്ട്. അപ്പൊ നേരം പറയണം ഞാൻ ഇന്നത് പഠിച്ചിട്ടുണ്ട്, ഇന്നത് പാസ്സായിട്ടുണ്ട്, ഡിഗ്രി കഴിഞ്ഞു, PG കഴിഞ്ഞു എന്നൊക്കെ വെറുതെ ക്ലാസ്സോട് പറഞ്ഞ് ഇവിടെയൊക്കെ എഴുതി വെച്ചാൽ പോരാ. ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ഇതിന്റെയൊക്കെ കോപ്പീസ് നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ കൂടെ തന്നെ ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ അതൊക്കെ വേണ്ടി വരുമ്പോ ഒരു IT ഇൻഫർമേഷൻ ടെക്നോളജി ഒക്കെ നന്നായി കൈകാര്യം ചെയ്യാൻ പറ്റുന്നവർ തന്നെ വേണം. അപ്പൊ അങ്ങനെയുള്ള പ്രൊഫഷണൽസ്, മാനേജ്മെന്റ് കൺസൾട്ടൻസ്, ഇനി ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളുമായിട്ട് വല്ല കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ചില കൺസൾട്ടൻസ്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ ആൾക്കാര് അവരുടെ ഇൻ ഹൗസിൽ ഉണ്ടാവണം TPയുടെ. അല്ലാണ്ട് ആ സമയത്ത് ഓടി വരുമ്പോ ക്ലെയിമിംഗ് പ്രൊസീജിയേഴ്സിന് വരുമ്പോ അന്നേരം ഈ പറഞ്ഞ പോലെ അയ്യോ ഇങ്ങനത്തെ കുറച്ച് എന്താ പറയാ ലീഗൽ കാര്യങ്ങളൊക്കെ ഉള്ളതാ, അപ്പൊ ലീഗൽ എക്സ്പേർട്സ് ആരെയാണ് നമുക്ക് ബന്ധപ്പെടാന്ന് പറഞ്ഞിട്ട് അന്നേരം ആലോചിക്കാൻ തുടങ്ങിയത് കാര്യമില്ല. അവരുടെ ആ ഒരു കയ്യിലുണ്ടാവുന്നവരൊക്കെ, മനസ്സിലായോ? കാര്യം മനസ്സിലായോ നിങ്ങൾക്ക്? ആ നേരത്തെല്ലാം ഓടിപ്പോകാന്ന് നമ്മുടെ കയ്യിലുണ്ടാവണത് ഇന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ ഇത്രയും ആളുകൾ അവരുടെ ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കണം. ഇവര് വിളിക്കുമ്പോ അപ്പൊ തന്നെ ഇവർക്ക് മറുപടികൾ എന്താ പറയാ റിപ്ലൈ കൊടുക്കാനും അവര് വേണമെങ്കിൽ വരാനും എത്തിച്ചേരാനും ഒക്കെ പറ്റുന്ന ഇത്രയും ആളുകളുടെയൊക്കെ ഒരു ലിസ്റ്റ് അവരുടെ കയ്യിലുണ്ടായിരിക്കണം. അവരുടെ ഒപ്പം ഉണ്ടായിരിക്കണം. എപ്പോഴും ഒപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ എപ്പോ വേണമെങ്കിലും വിളിച്ചാൽ അവിടെ എത്താൻ പറ്റുന്ന ആളുകൾ. അല്ലാണ്ട് വിളിച്ചിട്ടോ ഇന്ന് എനിക്ക് വരാൻ പറ്റില്ല അങ്ങനെയൊക്കെ പറയുന്ന ആളുകളൊന്നും ഈ ലിസ്റ്റിൽ പെടുത്തി വെച്ചിട്ട് കാര്യമില്ല. കാരണം ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് കിട്ടും എന്ന് ഉറപ്പാക്കിയാൽ മാത്രമേ ഡോക്ടർമാര് രോഗിയെ പരിശോധിക്കാൻ തന്നെ തുടങ്ങുള്ളൂ അല്ലെ. അല്ലാണ്ട് നിങ്ങൾ ഞാൻ തുടങ്ങിക്കോളാം എന്നിട്ട് പൈസ ആരും കൂടെ തരുന്നു വിചാരിച്ചിട്ടാ അത് നടക്കില്ല. അതുകൊണ്ട് ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് എത്രയും പെട്ടെന്ന് പ്രൊവൈഡ് ചെയ്യണം. അതും പ്രത്യേകിച്ച് ഇത്തരം പാവപ്പെട്ട ആളുകൾക്കൊക്കെ. കാരണം വെച്ചാൽ അവരുടെ കയ്യിൽ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പൈസ ഇല്ലല്ലോ എവിടെന്നെങ്കിലും കൊണ്ടുവരാനായിട്ട്. അപ്പൊ ഇൻഷുറൻസ് കമ്പനി തന്നെ കഴിയണം, എന്നാലും മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ അതിന്റെ പേപ്പേഴ്സ് ഒക്കെ വേറെ കറക്റ്റ് ആയിട്ട് ചെയ്തു കൊടുക്കണം. ആ പേപ്പേഴ്സ് കറക്റ്റ് ആണെങ്കിൽ ഈ പറയുന്ന ആളുകളൊക്കെ അവിടെ കൃത്യമായിട്ട് ആക്റ്റീവായിട്ട് പ്രവർത്തിക്കണം. എന്നാലും അത്രയും കാര്യങ്ങൾ നടക്കുള്ളൂ. ക്ലിയർ ആയല്ലോ? മനസ്സിലായ ഒന്നാമത്തെ പോയിന്റ്? യെസ്. നെക്സ്റ്റ് വൺ, ഈ ടീം ഓഫ് പ്രൊഫഷണൽസ്, അതായത് ഇവരെല്ലാവരും, അതായത് നമ്മുടെ TPA ആ ടീമിനകത്തുള്ള എല്ലാവരും they should have റിലേഷൻ വിത്ത് ദ കസ്റ്റമേഴ്സ്, അതായത് ഇവരുടെ കസ്റ്റമേഴ്സുമായിട്ട് ഈ രോഗികളുമായിട്ടൊക്കെ ഒരു ക്ലെയിമിംഗ് പ്രൊസീജിയറുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് അവരുമായിട്ട് ഒരു റിലേഷൻ, ലൈസൻസ് മീൻസ് ഒരു റിലേഷൻ ഉണ്ടായിരിക്കണം. ആൻഡ് ഓൾസോ the TPS have to make sure that no false claims have been made. ഇനിയില്ല ഇങ്ങനെ ഒരു ക്ലെയിമിങ്ങിന് വേണ്ടിയിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ ഇങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് ആകുന്നതൊക്കെ വരും, അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ ബൈസ്റ്റാൻഡേഴ്സോ ഒക്കെ വരും ക്ലെയിമിംഗ് പ്രൊസീജിയേഴ്സ് നടത്തി തരണമെന്നൊക്കെ പറഞ്ഞു. അപ്പോ ഒരു കാര്യം ഉറപ്പുവരുത്തണം, TPS ഒരു തെറ്റായ രീതിയിലുള്ള ക്ലെയിമുകളും നമ്മൾ ചെയ്തു കൊടുക്കുന്നില്ല. എന്ന് വെച്ചാൽ എന്താ, ചില ആൾക്കാർ ഇങ്ങനെ പറ്റിക്കാനൊക്കെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടിയിട്ടൊക്കെ വരും, എന്താ പറയാ തെറ്റായിട്ടുള്ള ക്ലെയിം ഒക്കെ ചോദിച്ചുകൊണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുക. മനസ്സിലായി? കറക്റ്റ് ആയിട്ട് കിട്ടേണ്ടവർക്ക് കിട്ടുന്ന രീതിയിലുള്ള ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് തന്നെ പ്രൊവൈഡ് ചെയ്യുക.
അല്ലാതെ എന്തിനും ഏതിനും വേഗം തന്നെ വന്നിട്ട് ക്ലെയിമിംഗ് പ്രൊസീജിയേഴ്സിന് വേണ്ടിയിട്ട് പോയി കാര്യങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല. ഫോൾസ് ക്ലെയിമുകളൊന്നും തന്നെ ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. അങ്ങനെ മാത്രമല്ല, പിന്നെ ചില ആൾക്കാരുണ്ട് ട്രീറ്റ്മെന്റ് ഒന്നും ആവശ്യമില്ല എങ്കിലും വന്ന് കിടക്കും ക്ലെയിമിംഗ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ, അതൊക്കെ ഇല്ലാന്ന് ഉറപ്പുവരുത്തുക. മനസ്സിലായ? ക്ലെയിം കിട്ടാൻ വേണ്ടിയൊക്കെ ചില ആൾക്കാർ ഇതുപോലൊക്കെ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് സ്വയം വരുത്തി വെച്ചിട്ടൊക്കെ പോയി കിടക്കും, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ടേ. പക്ഷെ അങ്ങനത്തെ ഒന്നും ചെയ്യാൻ പാടില്ല. തെറ്റായ രീതിയിലുള്ള ഇൻഫോർമേഷൻസ് പാസ് ചെയ്തുകൊണ്ടായിരിക്കാം അങ്ങനെയുള്ള ക്ലെയിമിങ്സ് നടക്കുന്നത്. സോ അതൊക്കെ ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. എന്നാൽ എന്ത് പറ്റും? TPSന്റെ പ്രവർത്തനങ്ങള് ക്വാളിറ്റി സർവീസസ് ആണെന്ന് പറയാൻ പറ്റും. മനസ്സിലായോ? അല്ലെങ്കിൽ എന്താണ് ഇതിപ്പോ എന്താണ് ചിലപ്പോ എന്തെങ്കിലും എന്താ പറയാ എവിടെയെങ്കിലും വല്ല ആക്സിഡന്റ് പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആൾക്കാർ എന്തെങ്കിലും വെറുതെ ചിലപ്പോൾ വീണതായിരിക്കും, ആക്സിഡന്റ് പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ക്ലെയിമിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ചിലപ്പോൾ പോയിട്ടൊക്കെ ഹോസ്പിറ്റലിൽ കിടക്കും അല്ലെ. വണ്ടിക്കൊക്കെ പോകുമ്പോഴൊക്കെ തന്നെ വീണ് എന്നിട്ട് ക്ലെയിമിങ്ങിനൊക്കെ വേണ്ടിയിട്ടൊക്കെ പോകും അല്ലെ. അത് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിലും ക്ലെയിമിംഗ് പ്രൊസീജിയേഴ്സ് ഒക്കെ അവര് വലിയ രീതിയിലൊക്കെ ചോദിച്ച് കുറെ ദിവസമൊക്കെ ഹോസ്പിറ്റലൈസ്ഡ് ആയി കിടക്കുന്ന രീതിയിലൊക്കെ കാണിക്കും അതിനൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ അതൊന്നും കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ക്ലെയിമിങ്സ് നടത്തിയിട്ടില്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക. സോ ഇറ്റ് വിൽ എൻഹാൻസ് ദ ക്വാളിറ്റി സർവീസസ്. അതായത് സർവീസസിന്റെ ക്വാളിറ്റി, ബ്യൂട്ടി അവര് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുന്നതിന് so they act as an intermediary between the insurance provider, policy holder and the hospital. ഹോസ്പിറ്റൽസും ഇൻഷുറൻസ് കമ്പനിയും ഇൻഷുറൻസ് പോളിസി ഹോൾഡറും തമ്മിലൊക്കെയുള്ള ലിങ്കറായിട്ട് ഇന്റർമീഡിയറ്റ് ആയിട്ട് പ്രവർത്തിക്കുമ്പോ അവർ നൽകുന്ന സേവനത്തിന് they should have to be paid. തീർച്ചയായിട്ടും അവർക്ക് പേയ്മെന്റ് വേണ്ടേ? എന്തെങ്കിലും കിട്ടണ്ടേ? ആരെന്ന് കിട്ടും? യെസ്, they are provided കമ്മീഷൻ, അല്ലെങ്കിൽ അവർക്ക് ഒരു പെർസെന്റേജ് ഓഫ് കമ്മീഷൻ ഉണ്ട്. പ്രീമിയത്തിന്റെ 5.5% അവർക്ക് ഫീസ് ആയിട്ട് കിട്ടുന്നുണ്ട്. അത് പ്രീമിയം തുക എത്രയാണോ അതിന്റെ 5.5%. ക്ലിയർ ആയോ? മനസ്സിലായോ? യെസ്. അതില് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യേണ്ട പോയിന്റ് ഇത് ഫസ്റ്റ് സെന്റൻസിൽ അക്കോർഡിംഗ് ടു ദ റെഗുലേഷൻസ് ഓഫ് IRDA, TPA should have maintained their own in-house medical. ആ ഒരു സെന്റൻസ് ഫുള്ളും കേട്ടോ, പാരഗ്രാഫ് പോലെ കിടക്കുന്ന സെന്റൻസ് ഫുള്ളും, പിന്നെ മൂന്നാമത്തെ പാരഗ്രാഫായിട്ട് കിടക്കുന്ന അരമാണ്ടിരിക്കുന്ന സെന്റൻസ്, അത് രണ്ട് മാത്രം അണ്ടർലൈൻ ചെയ്താൽ മതി. യെസ്. ഇനി നമുക്ക് വാട്ട് ഈസ് ദ റോൾ ഓഫ് TPA? ഹെൽത്ത് ഇൻഷുറൻസില് TPAയുടെ റോൾ എന്താണ് കുറച്ചുകൂടി നമുക്ക് ക്ലിയർ ആക്കുന്ന പോയിന്റുകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് TPAന്റെ റോളുകൾ, ഹെൽത്ത് ഇൻഷുറൻസിൽ ഇവരുടെ പങ്ക് എന്താണ് എന്നുള്ളത് കുറച്ച് പോയിന്റ്സ് ആയിട്ട് കുറച്ചുകൂടി ക്ലാരിഫിക്കേഷൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. കണക്ഷൻ ബിറ്റ്വീൻ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ TPS ആണ് ദ കണക്ടേഴ്സ് ബിറ്റ്വീൻ ഇൻഷുറൻസ് കമ്പനി ആൻഡ് പോളിസി ഹോൾഡർ. തീർച്ചയായിട്ടും പോളിസി ഹോൾഡറിനെ ഇൻഷുറൻസ് കമ്പനിയുമായി ബന്ധിപ്പിക്കുന്നു. ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ക്ലെയിമുകളെല്ലാം പോളിസി ഹോൾഡർക്ക് കിട്ടുന്നത് വരെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു. അപ്പൊ അവര് കണക്ടറാണ് അല്ലെ. അപ്പൊ ഡയറക്ട്ലിയോ ഇൻഡയറക്ട്ലിയോ പോളിസി ഹോൾഡറിനെ നമുക്ക് നേരിട്ട് പോയി പോളിസി ഹോൾഡറിനെ മീറ്റ് ചെയ്യണമെന്നൊന്നുമില്ല. ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെ പോളിസി ഹോൾഡറിനെ മീറ്റ് ചെയ്ത് TPA എന്ത് ചെയ്യുന്നു? ഹോസ്പിറ്റലൈസേഷൻ ക്ലെയിം കേസസ് എല്ലാം തന്നെ പ്രോസസ് ചെയ്തു കൊടുക്കുന്നു. അതാണ് ആദ്യമായിട്ട് ഇവർ ചെയ്യുന്നത്. ഇനി ഇതിനു വേണ്ടിയിട്ട് ഇങ്ങനെ ഇവര് ചെയ്തു കൊടുക്കുമല്ലോ. അപ്പൊ ഈ ഓരോ ആളുകളെ, കസ്റ്റമേഴ്സിനെ, ഇൻഷുർഡിനെ ഹൗ ദേ ക്യാൻ ഐഡന്റിഫൈ, ഇവരെങ്ങനെ മനസ്സിലാക്കും? ഫോർ ദാറ്റ് പർപ്പസ് an identification number, ഒരു യൂണിക് ഐഡന്റിഫിക്കേഷൻ നമ്പർ ഈസ് പ്രൊവൈഡഡ് ടു ഈച്ച് പോളിസി ഹോൾഡർ. അപ്പൊ അങ്ങനെയുള്ള പോളിസി ഹോൾഡേഴ്സിന് ഇവരുടെ കസ്റ്റമർ ആയിട്ട് വരുന്നത്. അപ്പൊ ഞാൻ എല്ലാ ആൾക്കാരും TPAനെ ഡിപ്പെൻഡ് ചെയ്ത് ക്ലെയിമിംഗ് പ്രൊസീജിയേഴ്സ് ചെയ്യിപ്പിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. അങ്ങനെ ആവശ്യമുള്ളവർ മാത്രം, അങ്ങനത്തെ ഒരു കാര്യം വേണമെന്നുള്ളവർ മാത്രം പോയാൽ മതി, TPAനെ അപ്രോച്ച് ചെയ്താൽ മതി. അപ്പൊ അങ്ങനെയാണെങ്കിൽ മാത്രം, കാരണം ഏജൻസീനെ അങ്ങനെയല്ല എല്ലാത്തിലും നമ്മൾ ചെയ്യുന്നത്. ചില ആൾക്കാർ അബ്രോഡൊക്കെ പഠിക്കാൻ പോകാനോ ജോലിക്ക് പോകാനോ ചില ഏജൻസീനെ അപ്രോച്ച് ചെയ്യും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ടെങ്കിൽ ഇന്ന ക്വാളിഫിക്കേഷൻ ആണ് കുട്ടിക്ക് ഇങ്ങനെ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് പുറത്തു പോകണം, ചില ഏജൻസീസിനെ അപ്രോച്ച് ചെയ്യും. ചില ആൾക്കാർ അങ്ങനെ ചെയ്യില്ല, ഡയറക്റ്റ് ആയിട്ട് മറ്റുള്ള ഏതെങ്കിലും സോഴ്സസിലൂടെ, ചിലപ്പോൾ റിലേറ്റീവ്സ് വഴിയോ മറ്റു ഫ്രണ്ട്സ് വഴിയോ ഒക്കെ അങ്ങനെ കണക്ട് ചെയ്ത് പോകും. ഇല്ലേ? അങ്ങനെയല്ലേ? അതുപോലെ തന്നെയാണ് TPA. എല്ലാ ആൾക്കാരും ക്ലെയിമിംഗ് പ്രൊസീജിയേഴ്സിനെ TPAനെ ഡിപ്പെൻഡ് ചെയ്യണമെന്ന് നോ
ഒരു എന്താ പറയാ ഇതൊന്നുമില്ല, ഷുവർട്ടി ഒന്നുമില്ല. കുറച്ച് ആൾക്കാർ അവരവരുടെ രീതിയിൽ ചെയ്തോളൂ. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോ ഇവരുടെ അടുത്ത് പോകുന്ന ആളുകളെ കസ്റ്റമേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ ഇവരൊരു യൂണിക് ഐഡന്റിഫിക്കേഷൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തർക്കും ഓരോ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ നെയിം, ആ കാർഡ് വെച്ചിട്ട്, ID കാർഡ് വെച്ചിട്ട് അവർക്ക് ക്ലെയിംസ് സെറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അതിൽ ആ സെന്റൻസ് ഒന്ന് അപ്ലൈ ചെയ്യണം. മനസ്സിലായില്ലേ? The TPA provides the policy holder with unique identification number and ID card which helps in claim settlement. Claim settlementന് വേണ്ടിയിട്ട് TPA എന്ത് ചെയ്യുന്നുണ്ട്? പോളിസി ഹോൾഡേഴ്സിന് യൂണിക് ഐഡന്റിഫിക്കേഷൻ നമ്പർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? ഓക്കെ, അടുത്തത് ഇനി ഈ പറയുന്ന ആൾക്കാർ ആരൊക്കെയാണ് തങ്ങളുടെ അടുത്ത് വന്ന് ഇങ്ങനെയുള്ള ക്ലെയിമിംഗ് പ്രൊസീജിയേഴ്സ് നടത്തുന്നത്, അവരെ സംബന്ധിക്കുന്ന ഡീറ്റെയിൽസ് ഷുഡ് ബി റെക്കോർഡഡ്. ദാറ്റ് മീൻസ് എ റെക്കോർഡ് ഷുഡ് ബി മെയിൻറ്റെയിൻഡ്. അവരുടെ കസ്റ്റമേഴ്സിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, ഇപ്പൊ ഞാൻ പോകുന്നു TPAനെ സമീപിക്കുന്നു, എനിക്ക് ക്ലെയിമിംഗ് പ്രൊസീജിയേഴ്സിന് വേണ്ടി അവരുടെ സഹായം ചോദിക്കാണ്. സോ എന്റെ പേരും മറ്റു ഡീറ്റെയിൽസും നമ്പറും കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു? അവർ റെക്കോർഡ് ചെയ്ത് ഉണ്ടാക്കുന്നു. അങ്ങനെ പല അവരെ സമീപിക്കുന്ന ആളുകളുടെ ഒരു റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ TPA ഹെൽപ്പ് ഇൻ മെയിൻറ്റെയിനിങ് നെസസറി റെക്കോർഡ്സ് റിലേറ്റഡ് ടു പോളിസി ഹോൾഡേഴ്സ്. പോളിസി ഹോൾഡേഴ്സിനെ സംബന്ധിക്കുന്ന ചില അത്യാവശ്യം വേണ്ട റെക്കോർഡുകളൊക്കെ തയ്യാറാക്കാൻ, പേഷ്യൻസ് അഡ്മിറ്റ് ചെയ്തപ്പെടുമ്പോ തയ്യാറാക്കി വെക്കുക. അത് പിന്നീടൊക്കെ പല കാര്യങ്ങൾക്കും ഉപകരിക്കും അല്ലെ? അപ്പൊ അതിന് വേണ്ടിയിട്ട് റെക്കോർഡ് മെയിൻ്റെനൻസിന് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. അണ്ടർലൈൻ ചെയ്യാൻ പറയുന്നത് മാത്രം പഠിച്ചാൽ മതി. പിന്നെന്താ? ക്ലെയിം സെറ്റിൽമെന്റ്. അതായത് ദേ ഗ്യാരണ്ടി പ്രോമിസസ് എന്താണ്? സ്മൂത്ത് കോർഡിനേഷൻ ബിറ്റ്വീൻ ദ ഹോസ്പിറ്റൽ. അതായത് നമുക്ക് പോളിസി ഹോൾഡർക്ക് ഹോസ്പിറ്റലിനെയും ഇൻഷുറൻസ് കമ്പനിയൊക്കെ കണക്ട് ചെയ്ത് വളരെ സ്മൂത്ത് ആയിട്ട് എല്ലാം നല്ല കൃത്യമായ രീതിയിൽ ചെയ്തു തരാമെന്ന്, ക്യാഷ്ലെസ് സെറ്റിൽമെന്റ് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? TPA ഫുൾ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെ ഫുൾ സപ്പോർട്ട്? ബാക്ക് എൻഡ് സപ്പോർട്ടാണ്. തുടക്കം മുതൽ അവസാനം വരെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നവരാണ് TPAs. മനസ്സിലായോ? അല്ലാണ്ട് ഇടയ്ക്ക് വെച്ചിട്ട് ഇട്ടിട്ട് പോവില്ല. ഇനി ബാക്കി നിങ്ങൾ ചെയ്തോട്ടോ, ഞങ്ങൾ ചെയ്ത് അങ്ങനെയല്ല. തുടങ്ങുമ്പോ അവരുടെ ഹെൽപ്പ് ചോദിച്ചു ചെന്നിട്ടുണ്ടെങ്കിൽ അത്തരം പേഷ്യൻസിന്റെ എല്ലാ കാര്യങ്ങളും അല്ലെ, ക്ലെയിമിംഗ് എമൗണ്ട് അല്ലെങ്കിൽ ആ ഒരു സെറ്റിൽ ചെയ്ത് കഴിയുന്നത് വരെയുള്ള എല്ലാത്തിനും ആരോപൊപ്പം നിൽക്കും? TPAs ഒപ്പം നിൽക്കും. അപ്പൊ അവരുടെ ആ ഒരു സർവീസ് അവര് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്, ഉറപ്പ് കൊടുക്കുന്നുണ്ട്. ക്ലിയർ ആയോ? നമ്മുടെ ക്ലെയിം സെറ്റിൽമെന്റ് മനസ്സിലായോ? യെസ്. ആൻഡ് ഇനി എന്താണ്? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ബാക്ക് എൻഡ് സപ്പോർട്ട് കൊടുക്കുന്നു TPA. ബാക്ക് എൻഡ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ തുടക്കം മുതൽ അവസാനം വരെ. വീണ്ടും പറയാണ്, ഫുൾ സപ്പോർട്ടാണ്. ഫുൾ സപ്പോർട്ട് മീൻസ് ദേ പ്രൊവൈഡ് 24/7 സപ്പോർട്ട്. ഈ ഏജൻസീസ് എന്താണ് ഇത്ര സമയം മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ എന്നില്ല. ഒരു ആഴ്ചയില് 7 ദിവസവും ആൻഡ് 24 hours വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് 24/7 എന്ന് പറഞ്ഞിട്ടേക്കുന്നത്. അത്ര സപ്പോർട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ പോളിസി ഹോൾഡേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? 24 മണിക്കൂർ തുറന്നു വെക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ട്. If they have some enquiries, the patients or the patients bystanders, relatives, anybody have some enquiries, അവർക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട് ക്ലെയിമിങ്ങിനെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങൾക്ക്, അപ്പൊ അതിനൊക്കെ മറുപടി കൊടുക്കണ്ടേ? അപ്പൊ അതുകൊണ്ട് ഇവര് ഫുൾ ടൈം ഓപ്പണാണ്. തേർഡ് പാർട്ടി ഏജൻസീസ്, തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് 24/7 സപ്പോർട്ടാണ് ഇവര് പ്രൊവൈഡ് ചെയ്യുന്നത്. എപ്പോ വേണമെങ്കിലും വിളിച്ച് നമുക്ക് കാര്യങ്ങൾ അന്വേഷിച്ച് ഫീഡ്ബാക്കുകൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സിസ്റ്റം അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? ഫുൾ ടൈം സപ്പോർട്ട് വർക്ക് കൊടുക്കുന്നുണ്ട്. ഇനി ചില TPAs ഉണ്ട്, എന്താ പറയാ, മിക്കവാറും എല്ലാ TPAs തന്നെ എന്താണ് കുറച്ച് അഡീഷണൽ സർവീസസ് ഓൾസോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചില അത്യാവശ്യം കുറച്ചുകൂടി കൂടുതലായിട്ടുള്ള ചില സർവീസസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ആംബുലൻസിന്റെ സർവീസ് വേണമെന്നുള്ളത് പറയുകയാണ്. നമ്മുടെ പേഷ്യന്റിനെ ഇവിടെ നിന്ന് മാറ്റി അപ്പുറത്ത് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അപ്പൊ ആംബുലൻസ് അറേഞ്ച്മെന്റുകൾ അതും അവർ ചെയ്യുന്നുണ്ട്. മെഡിക്കൽ സപ്ലൈസ് എന്തെങ്കിലുമൊക്കെ മരുന്നോ അല്ലെങ്കിൽ മരുന്നിന്റേതായ രീതിയിൽ ഫാർമസിയിലും മറ്റൊക്കെ ലഭ്യമാകുന്ന ചില എക്യുപ്മെന്റുകളൊക്കെ ഉണ്ടല്ലോ, ചില ഉപകരണങ്ങൾ. അപ്പൊ ഈ ഒട്ടുവയ്യാണ്ട് ബെഡ് റിഡമായിട്ടുള്ള ചില ആൾക്കാരെയൊക്കെ അവർക്ക് വേണ്ടി വരുന്ന ചില എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ട് അല്ലെ? യൂറിൻ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ബാഗ്സ് ആകാം, മറ്റെന്തെങ്കിലുമൊക്കെ എക്യുപ്മെന്റുകൾ സപ്ലൈസ് ഒക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താ പറയാ അവൈലബിൾ ആക്കുന്നതും നമ്മുടെ TPAs അതിനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അതാണ് അഡീഷണൽ സർവീസസ്. ക്ലിയർ ആയോ?
മനസ്സിലായല്ല? അപ്പൊ ടി പി യുടെ റോൾ ഇതൊക്കെയാണ്. എന്തൊക്കെയാണ് ടി പി യുടെ റോള്? ടി പി യുടെ റോളില് ഒന്നാമത്തേത് നമ്മൾ പറഞ്ഞത് ഡയറക്ട്ലി ഡയറക്ട്ലിയും ഇൻഡയറക്ട്ലിയും പോളിസി ഹോൾഡേഴ്സിനെയും ഹോസ്പിറ്റൽസിനെയും ഇൻഷുറൻസ് കമ്പനിയും തമ്മിൽ ലിങ്ക് ചെയ്യിപ്പിക്കുന്ന കണക്ട് ചെയ്യിപ്പിക്കുന്നവരാണ് ടി പി എസ്. മോസ്റ്റ് ഓഫ് ദ ഹോസ്പിറ്റലൈസേഷൻ ക്ലെയിമിംഗ് പ്രൊസീജിയേഴ്സും അവര് നടത്തി കൊടുക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് അവര് പേഷ്യൻസിന് ഒരു യൂണിക് ഐഡന്റിഫിക്കേഷൻ നമ്പർ കൊടുക്കുന്നുണ്ട്. ആ ID കാർഡ് ഉപയോഗിച്ച് അവർക്ക് ക്ലെയിം സെറ്റിൽ ചെയ്ത് കൊടുക്കാം. ഇനി റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. പേഷ്യൻസ് അഡ്മിറ്റ് ചെയ്യുമ്പോൾ മുതൽ അവരുടെ ഡീറ്റെയിൽസ് മറ്റു കാര്യങ്ങളൊക്കെ ഒരു എന്താ പറയാ റെക്കോർഡായിട്ട് അവർ എഴുതി സൂക്ഷിക്കും. അതവർക്ക് പലപ്പോഴും ഹെൽപ്ഫുൾ ആകും. ക്ലെയിം സെറ്റിൽമെന്റിന് വേണ്ടിയിട്ടുള്ള ഗ്യാരണ്ടി ഇവർ കൊടുക്കുന്നുണ്ട്. അതായത് ക്ലെയിം സെറ്റിൽ ചെയ്ത് തരാമെന്നുള്ള ഉറപ്പ് തന്നെയാണ് കൊടുക്കുന്നത്. ഉറപ്പ് കൊടുക്കുമ്പോൾ ആ ക്യാഷ്ലെസ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കിട്ടുന്നത് വരെയുള്ള കാര്യങ്ങൾ ഇവര് ബാക്ക് എൻഡ് സപ്പോർട്ട് ചെയ്ത് നിന്ന് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്ക് എൻഡ് സപ്പോർട്ട് മാത്രമല്ല, ഫുൾ സപ്പോർട്ട്, ദാറ്റ് മീൻസ് 24/7 സപ്പോർട്ടും കസ്റ്റമർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലാണ് ഇത് TPS പ്രവർത്തിക്കുന്നത്. At any time they can get there, ask enquiries and also get feedback. എപ്പോഴെങ്കിലും കാര്യങ്ങൾ എൻക്വയറി ചെയ്യാനും ഫീഡ്ബാക്കുകൾ ലഭിക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതും ഇവരുടെ റോളാണ്. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് എന്ന് പറയുന്നത് പോലെ അഡീഷണൽ സർവീസസും TPA പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ആംബുലൻസ് സർവീസസ്, മെഡിക്കൽ സപ്ലൈസ് എക്സെട്ര. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഓപ്പറേറ്റിംഗ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ചില തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ പേരാണ്. നമ്മൾ എന്തിന്റെയൊക്കെ പേര് പഠിച്ചു? ഇൻഷുറൻസ് കമ്പനികളുടെ പേര് ഫസ്റ്റ് പേജിൽ പഠിച്ചു. ഇന്ന് നമ്മൾ തുടങ്ങിയപ്പോൾ എന്താ പറയാ കുറച്ച് ഹെൽത്ത് ഇൻഷുറൻസ്, പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമുകളുടെ പേരുകൾ പഠിച്ചു. ഇത് നമ്മുടെ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ എക്സാമ്പിൾസ് ആണ് കേട്ടോ. ഓക്കെ, ഇതൊക്കെ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. അംഗീകാരം കിട്ടിയിട്ടുണ്ട് IRDAയുടെ. യുണൈറ്റഡ് ഹെൽത്ത് കെയർ TPA പ്രൈവറ്റ് ലിമിറ്റഡ്, മീഡിയ അസിസ്റ്റ് ഇന്ത്യ TPA പ്രൈവറ്റ് ലിമിറ്റഡ്. പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള പേര് അറ്റത്ത് ചേർക്കണം. MD ഇന്ത്യ ഹെൽത്ത് കെയർ TPA സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, പാരാമൗണ്ട് ഹെൽത്ത് സർവീസസ് ആൻഡ് ഇൻഷുറൻസ് TPA പ്രൈവറ്റ് ലിമിറ്റഡ്, Meditech TPA സർവീസസ് ലിമിറ്റഡ്, ഹെറിറ്റേജ് ഹെൽത്ത് TPA പ്രൈവറ്റ് ലിമിറ്റഡ്, Focus Healthcare Services TPA Private Limited and Medicare TPA Services Private Limited. ഇതൊക്കെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ പ്രവർത്തിക്കുന്ന കുറച്ച് TPS തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സിന് എക്സാമ്പിൾസ് ആണ്. ക്ലിയർ ആയോ? മനസ്സിലായോ? വായിച്ചു നോക്കിയേ അവിടെ വരെ നമ്മളുടെ TPAയുടെ റോൾസ് തുടങ്ങി. വായിച്ചോ?
വായിച്ചു കഴിഞ്ഞല്ലോ അല്ലേ? ക്ലിയർ അല്ലേ എല്ലാം പറഞ്ഞതൊക്കെ? ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത സെക്ഷനും തുടങ്ങാം. 1-2 പോയിന്റ് പറയുന്നുള്ളൂ. ഓക്കെ, ഇനി അടുത്തതേ നമ്മളിപ്പോ ഈ ക്ലെയിം കിട്ടുന്നു ഇൻഷുറൻസ് എന്താ പറയാ ഹോസ്പിറ്റലൈസ്ഡ് ആയി കഴിയുന്ന ഇൻഷുർഡിന് ഇൻഷുറൻസ് കമ്പനി ക്ലെയിം തരുന്നു. അതിന് വേണ്ടിയിട്ട് ഇൻഷുർഡ് ക്ലെയിം ചെയ്യണം പറഞ്ഞു. ക്ലെയിം എന്ന് പറഞ്ഞാൽ എന്താന്ന് നമ്മൾ പറഞ്ഞല്ലോ. It is the request for the payment of money or cashless treatment made by the insured to the insurance company. ഇൻഷുറൻസ് കമ്പനിയോട് ഇൻഷുർഡ് നടത്തുന്ന ഒരു അഭ്യർത്ഥനയാണ്. എന്റെ ഹോസ്പിറ്റലിന്റെ ക്യാഷ് ചെലവുകൾ നടത്തണം, എനിക്ക് ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് വാങ്ങിച്ചു തരണം എന്നൊക്കെ അറിയിച്ചുകൊണ്ടുള്ള ആ ഒരു റിക്വസ്റ്റ്, അതിനെയാണ് ക്ലെയിം എന്ന് പറയാം. ക്ലെയിം ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് തരാൻ പറയുക. മനസ്സിലായോ? എന്ത് തരാൻ പറയുന്നേ? നമ്മൾ ഏതെങ്കിലും വെറുതെ നമ്മൾ ഇൻഷുറൻസിന്റെ ഭാഗമാകാണ്ടൊന്നും ആരോടും ചോദിച്ചിട്ട് തരില്ല. നമ്മൾ ഏതെങ്കിലും ഒരു ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസുകളൊക്കെ മീറ്റ് ചെയ്യാനും നമ്മൾ ക്ലെയിമിന് വേണ്ടിയിട്ട് ചെയ്യാം. അപ്പൊ അതിന്റെ പ്രോസസ്സിംഗ് സ്റ്റേജസ് ആണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. അതെങ്ങനെയാ ക്ലെയിമിംഗ് പ്രോസസ്സ് നടക്കുന്നത്, അതിന്റെ പ്രോസസ്സിംഗ് എങ്ങനെയാണെന്ന് നടത്തുന്നതെന്നുള്ളത് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഏറ്റവും ആദ്യം തന്നെ ചെയ്യേണ്ടത് എപ്പോഴാണ് നമ്മൾ ക്ലെയിം ചെയ്യുന്നത്? ഓൺ ദ occurrence ഓഫ് എനി ഇൻസിഡന്റ് സച്ച് ആസ് ഡിസീസസ് ഓർ ഇഞ്ചുറി ഓർ ആക്സിഡന്റ്. നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങളോ അല്ലെങ്കിൽ വല്ല ആക്സിഡന്റോ എന്തെങ്കിലും മുറിവുകൾ ഇഞ്ചുറീസ് ഒക്കെ വരുമ്പോഴാണ് at that event, ആ ഒരു സമയത്ത് it should be informed to the insurance company. നമ്മൾ ഏത് ഇൻഷുറൻസുകാരുടെ ഇൻഷുറൻസ് ആണ് എടുത്തേക്കണേ അവരോട് നമ്മൾ ഇതൊന്ന് അറിയിക്കുക. അങ്ങനെയുള്ള അൺഫോർച്ചുനേറ്റ്, അതത്ര നല്ല കാര്യമല്ലല്ലോ. ആ ഒരു ഇവന്റ് രോഗം വരുന്നതാണെങ്കിലും ഇഞ്ചുറി വരുന്നതാണെങ്കിലും ആക്സിഡന്റ് വരുന്നതാണെങ്കിലും ഒരു ഭാഗ്യമൊന്നുമല്ല, അത് നിർഭാഗ്യകരമായിട്ടുള്ള ആ സംഗതി നടക്കുന്ന സമയത്ത് അത് ആരെ അറിയിക്കണം? ഇൻഷുറൻസ് പ്രൊവൈഡറിനെ, ദാറ്റ് മീൻസ് ഇൻഷുറൻസ് കമ്പനിയെ അറിയിക്കണം. ആപ്പിൾ ഓറഞ്ചൊക്കെ ആയിട്ട് വരാനാണോ അവരെ അറിയിക്കുന്നേ? ഞാൻ ഇങ്ങനെ ആശുപത്രി കിടക്കാൻ കേട്ടോ, എനിക്ക് ഇതെങ്ങനെ അസുഖമായിട്ട് ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആണ്, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ആക്സിഡന്റ് പറ്റി ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇൻഷുറൻസ് കമ്പനിയെ അറിയിക്കുന്നതിനാണോ? ആപ്പിൾ ഓറഞ്ചുമായിട്ട് വരാനാണോ? അല്ല, അവരെ അറിയിക്കുന്നത് നമുക്ക് നമ്മളുടെ ക്ലെയിമിങ് തരാൻ നിങ്ങളുടെ സമയമായിട്ടുണ്ട് കേട്ടോ എന്നറിയിക്കാം. ആ ഒരു അറിയിപ്പ്, ആ ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്നതിനെയാണ്, ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ക്ലെയിം എന്ന് വിളിക്കുക. ക്ലിയർ ആയോ? റേസിംഗ് എ ക്ലെയിം എന്ന് പറയും അതിനെ. മനസ്സിലായ? ആ ഒരു ഇൻസിഡന്റ് നമ്മള് ഇൻഷുറൻസ് കമ്പനിയെ, ഇൻഷുറൻസ് പ്രൊവൈഡറിനെ അറിയിക്കുന്നു. ആ ഒരു പ്രോസസ്സിനെ നമ്മള് റേസിംഗ് എ ക്ലെയിം റേസ് ചെയ്യുക എന്നാണ് പറയുന്നത്. അതാണ് ആദ്യത്തെ പടി. ആദ്യത്തെ കാര്യം കഴിഞ്ഞപ്പോ നമ്മള് ഞാൻ എന്തെങ്കിലും അപകടം പറ്റി ഹോസ്പിറ്റലൈസ്ഡ് ആയി, എനിക്കൊരു ഏതെങ്കിലും ഹെൽത്ത് ഇൻഷുറൻസിന്റെ പോളിസി ഉണ്ട്, ഞാൻ വേഗം തന്നെ ആ ഇൻഷുറൻസ് കമ്പനിക്കാരെ അറിയിക്കുന്നു. ഞാൻ വേഗം ഹോസ്പിറ്റലൈസ്ഡ് ആയി, എനിക്ക് ചിലപ്പോ പറ്റാത്ത അവസ്ഥ, എനിക്കത് പറയാനോ അറിയിക്കാനോ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആൾക്കാര് നമ്മളോട് ചോദിച്ച് മനസ്സിലാക്കി അവരറിയിച്ചു. ഓക്കെ, അപ്പൊ നമ്മൾ ക്ലെയിം ചെയ്യുന്നു. ക്ലെയിമിംഗ് എന്ന് പറയുന്ന പ്രൊസീജിയറാണ് ഫസ്റ്റ് ഓൾ ചെയ്യേണ്ടത്. അപ്പൊ ഈ ഫയൽ ചെയ്തിരിക്കുന്ന ക്ലെയിം, നമ്മൾ ഇങ്ങനെ ഈ ക്ലെയിം എങ്ങനെയാണ് ക്ലെയിം ചെയ്യുന്നത്? അറിയിക്കലാണ്. ഈ അറിയിപ്പ് എങ്ങനെയാണ്? വിളിച്ചു പറഞ്ഞാൽ പറ്റുമോ? അല്ല, ഇതിനൊക്കെ ഒരു പ്രൊസീജിയേഴ്സ് ഉണ്ട്. എന്ത് കാര്യങ്ങൾക്കാണെങ്കിലും റിട്ടേൺ എവിഡൻസ് ആണ് അതിന് ഏറ്റവും വലിയ ഒരു പ്രൂഫ് എന്ന് പറയുന്നത്, അല്ലെ? നമ്മൾ എഴുതുന്നതിനാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ക്ലെയിം ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫോം ഫില്ല് ചെയ്യാം, അല്ലെങ്കിൽ നേരെ നമ്മളുടെ ഓഫീസ് എവിടെയാണോ ഓഫീസ്, ബ്രാഞ്ച് ഓഫീസ് ഒക്കെ ഉണ്ടാവുമല്ലോ, ആ ബ്രാഞ്ചിലൊക്കെ പോയിട്ട് നമ്മൾ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇന്ന് അതിനേക്കാൾ കുറച്ചുകൂടി സൗകര്യത്തിന് വെബ്സൈറ്റുകളൊക്കെ സൈറ്റിൽ കയറിയിട്ട് ഫോം എടുത്ത് ഫോമിൽ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അതൊക്കെ ക്ലെയിമിംഗ് പ്രൊസീജിയർ ആണ്. ഇതിനൊക്കെയാണ് ക്ലെയിം ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. നേരിട്ട് പോയി ബ്രാഞ്ച് ഓഫീസിൽ പോയിട്ട് നമുക്ക് ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാം, അല്ലെ? അല്ല എങ്കിൽ നമുക്ക് വെബ്സൈറ്റിൽ കയറിയിട്ട് എന്ത് ചെയ്യാം? ആ സൈറ്റിൽ കയറിയിട്ട് നമുക്ക് അതിന്റെ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാം. നമ്മുടെ നമ്പറും മറ്റു കാര്യങ്ങളൊക്കെ ഇൻഫോം ചെയ്ത് അവർക്ക് അറിയിച്ചു കൊടുക്കാം. മനസ്സിലായോ? അതാണ് ക്ലെയിം ചെയ്യുക എന്ന് പറയും. ക്ലെയിം ചെയ്യുന്നത് അങ്ങനെയാണ്, ഫോൺ വിളിച്ച് പറയില്ലല്ല. ചിലപ്പോ അങ്ങനെ പറയും, അപ്പൊ അവര് പറയും ഇതെങ്ങനെ ഫയൽ നിങ്ങൾ ഫോം ഫില്ല് ചെയ്ത് തരണം എന്നുള്ള കാര്യങ്ങൾ അറിയിക്കും. സോ അത് അറിയിക്കുന്നതനുസരിച്ച് ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഒരു എവിഡൻസ് ആയിട്ട് വരിക. കണ്ടോ, അവിടെ ഒരു തെളിവായി മെയിനായിട്ട് ക്ലെയിമിംഗ് പ്രൊസീജിയേഴ്സിന് വേണ്ടിയിട്ടുള്ള ഫയൽ ഇത് വന്നിട്ടുണ്ട്, ഫോം വന്നിട്ടുണ്ട്. മനസ്സിലായോ? ക്ലിയർ ആയോ? ഓക്കെ, 2 പോയിന്റ് എടുക്കുന്നുള്ളൂ. ബാക്കി പോയിന്റ് നമുക്ക് അടുത്ത ദിവസം എടുക്കാം. എന്താ എടുക്കാം? തൊട്ടപ്പം ഒരു വേറൊരു ക്ലാസ് ഉണ്ട്,
അപ്പൊ അവിടെ ഒന്ന് 2 മിനിറ്റ് നേരത്തെ ചെല്ലാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഓക്കെ, അടുത്ത ക്ലാസ് ടീച്ചർ വരും, പോകരുതിട്ടാണെന്നും പറഞ്ഞ് ക്ലാസ്സിൽ ടീച്ചർ ഉണ്ട്. തുടങ്ങിയപ്പോ 10 പേര് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, ഇപ്പൊ 16 പേരുണ്ട്. ഓക്കെ, യെസ്, ക്ലാസ്സുകളൊക്കെ തീരാൻ പോവാണ്. എന്ന് വെച്ചാൽ ഏകദേശം എൻഡ് ഓഫ് ദ പാർട്ടിലേക്കൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ നമ്മളുടെ ക്ലാസ്സുകളൊക്കെ തീരാൻ പോകുമ്പോ എല്ലാവരും ക്ലാസ്സിലൊക്കെ കയറി ഇരിക്കട്ടാ. തീർന്നു കഴിഞ്ഞിട്ട് അയ്യോ കുറച്ച് ക്ലാസ് കൂടി വേണമായിരുന്നു എന്നൊക്കെ നമ്മളിത് ചിന്തിക്കും. നിങ്ങളൊക്കെ കുറെ ക്ലാസ് നമ്മളുടെ ഇങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ മിസ് ചെയ്യും, നിങ്ങളെ മിസ് ചെയ്യും. ഓക്കെ, ബൈ, അടുത്ത ദിവസം കാണാം.